ഹൃദയം കോരിത്തരിക്കും. കണ്ണിൽ നിന്ന് ധാരധാരയായി കണ്ണീരുകൾ വീഴും. നമുക്ക് നമ്മുടെ ഇമോഷനുകൾ ചിലപ്പോൾ പറഞ്ഞറിയിക്കാൻ ഒരു മനുഷ്യനോട് അന്നേരം പറഞ്ഞറിയിക്കാൻ ഒരു രൂപത്തിലും സാധിക്കില്ല, ആർക്കും ഉൾക്കൊള്ളാൻ സാധിക്കില്ല. ആ കലാം ഇറക്കിയിട്ടുള്ള ആ ഒരു സൃഷ്ടാവിനോട് തന്നെ എങ്ങനെ എൻ്റെ റബ്ബേ എന്ന് അറ്റം കിട്ടാത്ത ആ ഒരു ചോദ്യം ചോദിച്ചു പോകുന്ന നിമിഷങ്ങൾ. അത്ഭുതത്തിൻ്റെ ഗ്രന്ഥം, ചിന്ത കൊടുക്കുന്നവർക്ക് മാത്രം. അള്ളാഹു അവൻ്റെ സൃഷ്ടി, മൊത്തം ലോകത്തിൻ്റെ സൃഷ്ടിപ്പ് പറയുന്ന സമയത്ത് സൂറത്തു സജദയിൽ ഓരോ കാര്യങ്ങളായിട്ട് അള്ളാഹു ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ട്. അല്ലദീ അഹ്സന കുല്ല ഷൈഇൻ ഖലഖഹു വബദഅ ഖൽഖൽ ഇൻസാനി മിൻ തുയിൻ. അള്ളാഹു ഓരോ സൃഷ്ടി ജീവജാലങ്ങളെയും അവരുടെ ഏറ്റവും തനതായിട്ടുള്ള ഏറ്റവും നല്ല രൂപത്തിൽ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് മനുഷ്യനെ ഉണ്ടാക്കിയതിനെ കുറിച്ചിട്ട് പറയാണ്, അത് നിസാരമായിട്ടുള്ള കളിമണ്ണിൽ നിന്നാണ് ഉണ്ടാക്കിയതെന്ന്. നമ്മൾ തൊട്ടാൽ പോയി കൈ പോലും കഴുകുന്ന ആ ഒരു കളിമണ്ണിൽ നിന്നാണ് മനുഷ്യനെ ഉണ്ടാക്കിയതെന്നാണ് അള്ളാഹു പറയുന്നത്. സുമ്മ ജഅല നസ്ലഹു മിൻ സുലാലത്തിൻ മിൻ മാഇൻ മഹീൻ. എന്നിട്ട് അവൻ്റെ സന്തതി പരമ്പരകളെ നിസ്സാരമായ, നമുക്ക് അറപ്പ് തോന്നുന്ന രീതിയിലുള്ള ഒരു ദ്രാവകത്തുള്ളിയിൽ നിന്നാണ് അവൻ്റെ സന്തതി പരമ്പരകളെ പിന്നെ അങ്ങോട്ട് ഉണ്ടാക്കുന്നത്. ഇത്രയും നിസ്സാരമായിട്ടുള്ള ഒരു സൃഷ്ടിയായിട്ടുള്ള മനുഷ്യനെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് റബ്ബ് പറയാണ്, സുമ്മ ജഅല നസ്ലഹു മിൻ സുലാലത്തിൻ മിൻ മാഇൻ മഹീൻ സുമ്മ സവ്വാഹു. എന്നിട്ട് അവനെ ഏറ്റവും ഭംഗിയായിട്ടുള്ള രൂപത്തിൽ തിട്ടപ്പെടുത്തി. വനഫഖ ഫീഹി മിർ റൂഹി. എന്നിട്ട് അവൻ്റെ കയ്യിലുള്ള ആ ഒരു ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള ആത്മചൈതന്യത്തിൽ നിന്ന് മനുഷ്യനിലേക്ക് ഊതിക്കൊടുത്തു എന്നാണ് പറയുന്നത്. എന്നിട്ട് അള്ളാഹു മനുഷ്യൻ്റെതായിട്ടുള്ള പ്രത്യേകത പറയാണ്, വജഅല ലക്കുമുസ് സമഅ വൽ അബ്സ്വാറ വൽ അഫ്ഇദ. ഈ സമഅ അബ്സ്വാറ എന്നുള്ളത് കേൾവിയും കാഴ്ചകളും എന്നാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. ഇതവിടെ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ, നമ്മൾ ഇൻഷാ അല്ലാഹ് അതിലോട്ട് പിന്നീട് വരും. സമഅ വൽ അബ്സ്വാറ വൽ അഫ്ഇദ, ചിന്തകൾ, ഇൻ്റലക്റ്റ്, അത് മനുഷ്യന് മാത്രമായിട്ട് റബ്ബ് ഏകിക്കൊണ്ട് ഈ പറഞ്ഞ മുന്നേ ഏറ്റവും ഭംഗിയിൽ ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ സൃഷ്ടിജാലങ്ങളെക്കാളും മുകളിലുള്ളൊരു ദർജയിലേക്ക് മനുഷ്യനെ റബ്ബ് എത്തിക്കുകയാണ്. ഈ ജ്ഞാനം എന്ന് പറയുന്നത് എല്ലാ ജീവജാലങ്ങൾക്കും ചെറിയ മൈന്യൂട്ട് തോതിലെങ്കിലും ഉണ്ടാവും, ചെടികൾക്കടക്കം. പക്ഷെ ജ്ഞാനത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളായിട്ടുള്ള ജ്ഞാനാർജവം, ജ്ഞാനവ്യവഹാരം, ഇങ്ങനെയുള്ള ജ്ഞാനത്തിൻ്റെ ഏറ്റവും ഉയർന്ന തലങ്ങളൊക്കെ മനുഷ്യന് മാത്രം അവകാശപ്പെട്ടതാണ്, റബ്ബ് മനുഷ്യന് മാത്രം ഏകിയിട്ടുള്ളതാണ്. റബ്ബ് ചോദിക്കുന്നുണ്ട്, അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനൻ വശഫതൈൻ വഹദൈനാഹുൻ നജ്ദൈൻ. റബ്ബ് നിങ്ങൾക്ക് 2 കണ്ണുകൾ തന്നില്ലേ, ഒരു നാക്കും 2 ചുണ്ടുകളും തന്നില്ലേ, 2 വ്യത്യസ്ത വഴികൾ, നേർമാർഗവും ദുർമാർഗവും തമ്മിൽ തിരഞ്ഞെടുക്കാൻ അത് മനുഷ്യനല്ലാത്ത മറ്റൊരു ജീവജാലങ്ങൾക്കും റബ്ബ് കൊടുക്കാത്ത മഹാകഴിവാണ്. മനുഷ്യനെ റബ്ബ് ഉയർത്തിയ ആ ഒരു തലമാണ് റബ്ബ് അവിടെ കാണിക്കുന്നത്. ഇതേ മനുഷ്യനെ പറ്റിയിട്ട് സൂറത്തുൽ അൻഫാലിൽ റബ്ബ് പറയുന്നുണ്ട്, ഇന്ന ശർറദ്ദവാബി ഇൻദല്ലാഹ്. മൃഗങ്ങളിൽ മൊത്തമായിട്ടും, മനുഷ്യരെ കുറിച്ചിട്ടല്ല പറഞ്ഞു, മൊത്തം മൃഗങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും നികൃഷ്ടരായിട്ടുള്ള, ഏറ്റവും മോശമായിട്ടുള്ളത് ആരാണ്? മനുഷ്യരെന്നാ. സുമ്മും ബുക്മുൻ ഫഹും ലാ യഅഖിലൂൻ. ഏറ്റവും, അതായത് എല്ലാ ജീവജാലങ്ങളെയും ഉണ്ടാക്കി ഒന്നുമല്ലാത്ത ഒന്നിൽ നിന്ന് ഇവരെക്കാളൊക്കെ ഉയരത്തിൽ മനുഷ്യരെ കൊണ്ടുവച്ചിട്ട് റബ്ബ് പറയാണ്, ഇതിലൊക്കെ ഈ പറഞ്ഞ മറ്റ് ജീവജാലങ്ങൾക്കൊക്കെ താഴെ മനുഷ്യനെത്തും. അവർ ബധിരരും മൂകരുമായിട്ടുള്ള ചിന്തിക്കാത്ത മനുഷ്യരാണ് എന്നുള്ളത്. ഈ ചിന്തയാണ് റബ്ബ് ഒരു മനുഷ്യൻ്റെ സ്ഥാനം നിർണ്ണയിക്കാൻ വേണ്ടി അടിസ്ഥാനമായിട്ട് റബ്ബ് നിർണ്ണയിച്ചിട്ടുള്ള കാര്യം ചിന്തയാണ്. അത്രയും ചിന്തക്ക് അമിതമായി പ്രാധാന്യം നൽകുന്നു എന്ന് പോലും നമ്മൾക്ക് ചിന്തിച്ചു പോകുന്ന അത്രയും രൂപത്തിലാണ് ഇസ്ലാമിൽ ചിന്തയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഈ ചിന്തക്ക്
എന്തെങ്കിലും പരിധി നിശ്ചയിച്ചിട്ടുണ്ടോ? നമ്മൾ ഒരുപാട് കേൾക്കുന്ന ഒരു കാര്യമാണ്, അധികം ചിന്തിക്കരുത്, പരിധി വിട്ട് ചിന്തിക്കരുത്, യുക്തിവാദത്തിലോട്ട് പോകും. സ്ഥിരം നമ്മളെ ചുറ്റും കേൾക്കുന്ന വാദമാണ്. അതുപോലെ തന്നെ നമുക്കൊന്നും ചിന്തിക്കാനുള്ള അർഹതയില്ല. ആ അർഹതയുള്ളവർ ചിന്തിച്ച് കഴിഞ്ഞത് മാത്രം ശേഖരിക്കുക എന്നൊക്കെയുള്ള വിവിധ കേൾവികൾ നമ്മൾ ഇസ്ലാമിൽ റബ്ബ് ചിന്തയ്ക്ക് എന്തെങ്കിലും പരിധി വെച്ചിട്ടുണ്ടോ എന്നുള്ള റബ്ബ് ചിന്തയെക്കുറിച്ച് പറയുന്ന ഓരോ സ്ഥലങ്ങളും നമ്മൾ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പരിധി നമുക്ക് ഒരൊറ്റ ആ പരിധിയുടെ ഒരു അംശം പോലും റബ്ബ് എവിടെയും പറഞ്ഞതായിട്ട് കാണില്ല എന്നുള്ളതാണ്. റബ്ബ് ചിന്ത പ്രധാനമായിട്ടും രണ്ട് മേഖലയിൽ റബ്ബിൻ്റെ ആയാത്തുകളിലോട്ടുള്ള ചിന്ത കാണാൻ നക്കലിനും ആക്കലിനും വ്യക്തമായിട്ടുള്ള പ്രാധാന്യം ഇസ്ലാമിൽ നൽകിയിട്ടുണ്ട്. ഈ ചിന്തകൾ രണ്ട് മേഖലകളിൽ റബ്ബിൻ്റെ രണ്ട് വിധത്തിലുള്ള ആയാത്തുകൾ, ഒന്ന് ഖുർആനിലെ ആയാത്തുകൾ, രണ്ട് പ്രകൃതി ദൃഷ്ടാന്തങ്ങളായിട്ടുള്ള റബ്ബിൻ്റെ ആയാത്തുകൾ. സൂറത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്, പിന്നെ ഇഖ്റ വറബ്. ഈ രണ്ട് ഇഖ്റ എന്ന് പറയുന്നത് പ്രമുഖ പണ്ഡിതന്മാരെല്ലാം വിശദീകരിച്ചത് അത് ഒന്ന് പ്രപഞ്ച ദൃഷ്ടാന്തങ്ങളും മറ്റ് ഖുർആനിലെ ആയാത്തുകളും എന്നുള്ള രൂപത്തിലാണ്. ഈ ആയത്തുകളിലോട്ട് റബ്ബിൻ്റെ എല്ലാ ദൃഷ്ടാന്തങ്ങളിലോട്ടുള്ള ഇറങ്ങിച്ചെന്നുള്ള അനന്തമായിട്ടുള്ള ചിന്ത, ഇതാണ് ഖുർആന് പഠിപ്പിച്ചു തരുന്നത്. പ്രകൃതി ദൃഷ്ടാന്തങ്ങളിലോട്ട് ഇറങ്ങിച്ചെന്ന് ചിന്തിക്കുന്നത് ബുദ്ധിയുള്ളവന്മാരാണ് എന്നാണ് അള്ളാഹു പറയുന്നത്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വന്നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ്. രാത്രി പകലിലേക്ക് മാറുന്നതും ഈ പ്രകൃതിയുടെ ആകാശങ്ങളും ഭൂമിയും ഒക്കെ സൃഷ്ടിച്ചതിൽ ബുദ്ധിയുള്ളവന്മാർക്ക് അതിൽ ദൃഷ്ടാന്തമുണ്ട്. അല്ലദീന യദ്കുറൂന ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം. അവർ നിന്നുകൊണ്ടും ഇരുന്നു കൊണ്ടും കിടന്നുകൊണ്ടും അവർ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടേയിരിക്കും. വയതഫക്കറൂന അലാ ഖൽഖിസ് സമാവാതി വൽ അർദ്. ഈ ആകാശവും ഭൂമിയും ഒക്കെ ഉണ്ടാക്കിയതിനെ കുറിച്ചിട്ട് അവർ ആഴത്തിൽ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്ന ആൾക്കാരാവും എന്നാണ് അള്ളാഹു പറയുന്നത്. ഈ ചിന്ത പരിധിയില്ലാതെയാണ് മനുഷ്യൻ ചിന്തിച്ച് പോകുന്നതെങ്കിലും ഒരു മുഅ്മിൻ്റെ ചിന്ത മുഴുവൻ ചെന്നെത്തുന്ന കുറച്ച് പ്രപഞ്ച സത്യങ്ങളുണ്ട്. അതേതൊക്കെയാണെന്ന് അറിയോ? അത് അവസാനമായിട്ട് ചെന്നെത്തുന്നത്, ഒന്ന്, ഈ പ്രപഞ്ചത്തിന് മുഴുവനും ഒരു സൃഷ്ടാവുണ്ട് എന്നുള്ളൊരു സത്യത്തിലോട്ടാണ്. രണ്ടാമതായിട്ട് മനസ്സിലാവുന്നത് ആ സൃഷ്ടാവ് ഏകനാണ്, പൂർണാർത്ഥത്തിൽ ഏകനായിട്ടുള്ള സൃഷ്ടാവാണ് എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് ആ സൃഷ്ടാവ് നീതിമാനും അതീവ കരുണാനിധിയുമായിട്ടുള്ളവനാണ് എന്നുള്ളൊരു സത്യം കൂടി മനസ്സിലാവും. നാലാമതായിട്ട് മനസ്സിലാവുന്നത് എല്ലാത്തിൻ്റെയും അവസാനം ഒടുക്കം ഈ സൃഷ്ടാവിങ്കലോക്കാണ് എന്നുള്ളൊരു സത്യം കൂടിയാണ് അവസാനം ബോധ്യപ്പെടുക. ഈ പോയിന്റിലാണ് അള്ളാഹു ആ ആയത്തിനെ അവിടെ അവസാനിപ്പിക്കുന്നത്. ആ പോയിന്റിൽ എത്തി നിൽക്കുന്ന സമയത്ത് ഒരു വിശ്വാസിയുടെ ഉള്ളിൽ നിന്ന് വരുന്ന പ്രാർത്ഥനയാണ് റബ്ബനാ മാ ഖലഖത ഹാദാ ബാത്തിലൻ സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. റബ്ബേ, നീ ഇതൊന്നും വ്യർത്ഥമായിട്ട് ഉണ്ടാക്കിയതല്ല. ഈ എൻ്റെ മുന്നിൽ കാണുന്ന ദൃഷ്ടാന്തങ്ങളെല്ലാം എന്നെ ചിന്തിപ്പിക്കുന്നതാണ്. റബ്ബേ, ആ നരക ശിക്ഷയിൽ നിന്ന് നീ കാക്കണമേ റബ്ബേ എന്ന് ഉള്ളിൽ നിന്ന് വരുന്ന ഒരു വിശ്വാസിയുടെ ഒരു പ്രാർത്ഥന. ചിന്തയെക്കുറിച്ച് ഇസ്ലാം വീണ്ടും വീണ്ടും ഉണർത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അത്രയും അധികം പ്രാധാന്യം. നമ്മൾ ആ ഒരു പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഈ ആ ഒരു അവസാനത്തെ ചിന്തകളിലോട്ട് ആ ഒരു എൻഡിലേക്ക് പിന്നെ അങ്ങോട്ടുള്ള ചിന്തകൾ മതത്തിൽ പ്രസക്തിയില്ല. കൃത്യമായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ, പറയുന്ന വാക്കുകൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കണം. മതത്തിൽ പ്രസക്തിയില്ല. പാടില്ല എന്നോ അത് തെറ്റാണെന്നോ അള്ളാഹു നിരോധിച്ചതാണോ എന്നല്ല പറയണത്. മതത്തിൽ അവിടെ പ്രസക്തിയില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പറയുന്നുണ്ട്. വൈദ് ഖാല ഇബ്രാഹിമു റബ്ബി അരിനി കൈഫ തുഹ്യിൽ മൗത. ഇബ്രാഹിം അള്ളാഹുവിനോട് ചോദിച്ച സന്ദർഭം, അള്ളാഹുവെ നീ എനിക്ക് കാണിച്ചതാ എങ്ങനെയാണ് മരണപ്പെട്ടവരെ ജീവിപ്പിക്കുന്നതെന്ന്. അപ്പോൾ അള്ളാഹു എന്താ തിരിച്ചു മറുപടി കൊടുത്ത്? ഖാല അവലം തുഅ്മിൻ,
ഇബ്രാഹിമെ നീ വിശ്വസിയല്ലേ, വിശ്വസിച്ചിട്ടില്ലയോ? പിന്നെ ഈ ചോദ്യത്തിന് പ്രസക്തി ഉണ്ടോയെന്നാണ് അള്ളാഹുവോട് ചോദിക്കുന്നത്. അപ്പോൾ ഇബ്രാഹിം പറഞ്ഞു, ഖാല ബല, ഞാൻ വിശ്വാസിയാണ് റബ്ബേ, പക്ഷേ ഒരു ചെറിയൊരു ക്യൂരിയോസിറ്റി, വലാക്കിൻ ലിയത്മഇന്ന ഖൽബി, എൻ്റെ ഹൃദയത്തിലൊരാകാംക്ഷ ഇതറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ റബ്ബ് ആ ഒരു സന്ദർഭത്തിൽ ഇബ്രാഹിം നബി ആക്ഷേപിക്കുകയാണോ ചെയ്തത്? ഇബ്രാഹിം, നീ അങ്ങനെ ചിന്തിക്കാൻ പാടുണ്ടോ? നിൻ്റെ ചിന്ത കവിഞ്ഞു പോയില്ലേ? നല്ല റബ്ബ് പറഞ്ഞു. റബ്ബ് അത് മാനിക്കുകയാണ് ചെയ്തത്. ആ ക്യൂരിയോസിറ്റി ഇഷ്ടപ്പെടുകയാണ് റബ്ബ് ചെയ്തത്. ഖാല ഫഖുദ് അർബഅതൻ മിനത്വയർ ഫസുർഹുന്ന, നീ 4 പക്ഷികളെ എടുത്തുകൊണ്ട് വാ, എന്നിട്ട് നിന്നോട് അവരെ അടുപ്പിക്കാനാണ് റബ്ബ് പറഞ്ഞിട്ടുള്ളത്. സുമ്മ ജഅൽ അലാ കുല്ലി ജബലിൻ ജുസ്അൻ മിൻഹുന്ന, എന്നിട്ട് എല്ലാ വ്യത്യസ്തമായിട്ടുള്ള മലകളുടെയും മുകളിൽ അവരുടെ ഓരോ അംശങ്ങൾ കൊണ്ട് വെക്കാൻ പറഞ്ഞു. സുമ്മ ദഉഹുന്ന, എന്നിട്ട് അവരെ വിളിക്കുക, അപ്പോൾ നിനക്ക് കാണാൻ പറ്റും യഅ്തീനക സഅയ, അവർ നിൻ്റെ അടുക്കൽ ധൃതി കൂട്ടി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഒരു കാര്യം കൊണ്ടാണ് ഞാൻ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സദസ്സാണ് എന്നുള്ളത് പറഞ്ഞിട്ടുള്ളത്. ഏതൊരു പോയിന്റിൽ എത്തിയിട്ട് ഒരു സെക്കൻഡ് പോസ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാൻ പോകുന്ന അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ഇവിടുന്ന് വരും. ഭയങ്കര ഇഷ്ടമാക്കി സത്യം പറഞ്ഞാൽ. ഇതിൻ്റെ ഇടയിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇതിൻ്റെ ഇടയിൽ ഒരുപാട് വേദികളിൽ അൽഹംദുലില്ലാ പോകാൻ സാധിച്ചു. പക്ഷെ ഇപ്പോഴും ഇത് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് തന്നെ എനിക്ക് നിൽക്കുന്നുണ്ട്, വെറുതെ പറയല്ല. അപ്പോൾ ആ ഒരു ക്യൂരിയോസിറ്റിയെ പോലും, ആ ഒരു പരിധിക്കപ്പുറത്തുള്ള ചിന്തയെപ്പോലും റബ്ബ് മാനിക്കുകയാണ് ചെയ്തത്. അത്രയും ചിന്തക്ക് പ്രാധാന്യം നൽകിയിട്ടുള്ള മതം. അള്ളാഹു ഞാൻ ആമുഖത്തിൽ ഓതി വെച്ചിട്ടുള്ള ആയത്ത് 10ാമത്തെ സൂറത്തിലെ 100ാമത്തെ ആയത്ത് 10:100. വമാ കാന ലിനഫ്സിൻ അൻ തുഅ്മിന ഇല്ലാ ബിഇദ്നില്ലാഹ്, ഒരാൾക്ക് പോലും വിശ്വാസിയാവാൻ സ്വയം സാധ്യമല്ല കേട്ടോ. ഈ ഇല്ലാ ബിഇദ്നില്ല എന്നുള്ള പദം എനിക്ക് തോന്നുന്നു സൂറത്തുൽ ബഖറയിലെ 102ാമത്തെ ആയത്തിൻ്റെ വിശദീകരണത്തിൽ നമ്മളത് പറഞ്ഞു. ഇല്ലാ ബിഇദ്നില്ല എന്ന പ്രയോഗം ഒരു മനുഷ്യനും ഒരു റോളും ഇല്ലാത്ത കാര്യത്തെ പറ്റിയാണ് റബ്ബ് പറയാം. പൂർണ്ണമായിട്ടും റബ്ബിൻ്റെ സൂറത്തുൽ മാഇദയിലും സൂറത്തുൽ ആലിമ്രാനിലും നമുക്ക് പരിശോധിച്ചാൽ ഈസാ നബിയുടെ മുഅ്ജിസത്തുകളുമായിട്ട് പറഞ്ഞിട്ട് ബിഇദ്നി എന്ന് പറഞ്ഞുകൊണ്ട് റബ്ബ് അത് അവസാനിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിന് മാത്രം സാധ്യമാവുന്ന കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഇല്ലാ ബിഇദ്നില്ലാ പറഞ്ഞത്. ഒരു മനുഷ്യനും സ്വയം ഒരു വിശ്വാസിയാവാൻ സാധ്യമല്ല, അള്ളാഹു ഉദ്ദേശിച്ചാൽ മാത്രം. ഇനി അള്ളാഹു ഈ ഉദ്ദേശിക്കുന്ന ആളുകളെ കുറിച്ചിട്ട് അള്ളാഹു പറയുന്നുണ്ട്, വയജഅലു റിജ്സ അലല്ലദീന ലാ യഅഖിലൂൻ, ചിന്തിക്കാത്ത ആളുകളുടെ മേലെ റബ്ബ് മാലിന്യമിട്ട് അവരെ ചണ്ടികളാക്കി എന്നാണ് പറയുന്നത്. ആദ്യം ജനങ്ങളെ മുഴുവൻ കൂട്ടത്തിൽ ചിന്തിക്കാത്ത ആളുകളെ റബ്ബ് ഏറ്റവും പ്രിലിമിനറി ഫിൽട്രേഷൻ ഇല്ലേ, നമ്മളെ വാട്ടർ പ്യൂരിഫയറിലൊക്കെ പുറത്തൊരു ഫിൽറ്റർ ഉണ്ടാവും, ഏറ്റവും അനാവശ്യ സാധനങ്ങൾ ആദ്യം പുറം തള്ളാൻ വേണ്ടിയിട്ട്. ഈ കൂട്ടത്തിലാണ് ചിന്തിക്കാത്ത ആളുകളെ റബ്ബ് ഒഴിവാക്കി. എന്നിട്ട് ബാക്കിയുള്ളവരിൽ റബ്ബ് തീരുമാനിക്കുന്ന പറഞ്ഞിട്ടുള്ളത് ആരെ യഥാർത്ഥ വിശ്വാസികളാക്കണം, ആർക്ക് റബ്ബിന് വേണം എന്നുള്ളത് റബ്ബ് തീരുമാനിക്കുക എന്നുള്ളത്. അത്രയുമേറെ ചിന്തയെക്കുറിച്ച് ആവർത്തിച്ച് പറഞ്ഞ മതം. എനിക്ക് അതിനുള്ള ഞാൻ ഇത്രയും കാലം ഞാൻ ഇങ്ങനെയൊക്കെ ജീവിച്ചില്ല, എനിക്കതിനുള്ള കഴിവില്ല എന്ന് പറഞ്ഞാൽ നമ്മളെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ പണ്ഡിതന്മാർ പറഞ്ഞതും എൻ്റെ ഉസ്താക്കന്മാർ പറഞ്ഞതും സ്വീകരിച്ചോളാം, എനിക്ക് അതിന് നിങ്ങളെപ്പോലൊന്നും ഇല്ല മക്കളെ എന്ന് പറഞ്ഞ ആൾക്കാർ നമ്മളെ ചുറ്റുമുണ്ട്. സത്യം പറഞ്ഞാൽ അള്ളാഹുവിനോടുള്ള ഒരു വെല്ലുവിളിയല്ലേ ഇത് ഒന്നൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യം. അള്ളാഹു പറയുകയാണ്, നിങ്ങളെ ഞാൻ ചിന്തിക്കാൻ വേണ്ടി ചിന്തിക്കാൻ യോഗ്യരായിക്കൊണ്ട് സൃഷ്ടിച്ചു, നിങ്ങൾ ചിന്തിക്കൂ എന്ന് പറയുമ്പോൾ അല്ല അള്ളാഹ് എനക്കറിയില്ല എൻ്റെ കാര്യം എനിക്കെല്ലാം അറിയാമെന്ന് റബ്ബിനോട് അങ്ങോട്ട് വെല്ലുവിളിക്കുന്നതിന് തുല്യ ഗൗരവത്തോടു കൂടി ചിന്തിക്കേണ്ട കാര്യം അത്. ഇത് നമ്മൾ പലപ്പോഴും ഈ ചിന്ത എന്നുള്ളൊരു ഏരിയ നമ്മൾ കംപ്ലീറ്റ് ഒഴിവാക്കി മാറ്റി നിർത്തും. എന്നിട്ട് മറ്റുള്ള ഇബാദാത്തുകളിൽ ഒരുപാട് ഖുർആൻ പാരായണങ്ങളും നമസ്കാരങ്ങളും എല്ലാം ഉണ്ടാവും. റബ്ബ് ഏറ്റവും കാര്യമായിട്ട് നിങ്ങൾക്ക് അടിസ്ഥാനമായിട്ടൊരു വിശ്വാസിയാവാൻ വേണ്ടത് എന്താണ് എന്ന് പറഞ്ഞതിന് ആദ്യം തന്നെ മുഴുവനായിട്ട് അങ്ങ് തട്ടിക്കളയുന്ന ഒരു പ്രവണത. ഇസ്ലാമിൻ്റെ ചിന്തയിൽ ഇസ്ലാം കൊടുക്കുന്ന പ്രാധാന്യം പലപ്പോഴും അതിൻ്റെ വക്താക്കളല്ലാത്ത ആൾക്കാർ നമ്മളെക്കാളും കൂടുതൽ
മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. യുക്തിവാദ ചിന്തയുടെ നേതാവായിട്ടുള്ള ബേർട്രൻഡ് റസൽ പോലും പറഞ്ഞിട്ടുണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മഹാചിന്തകനായിരുന്നു എന്നുള്ളത് അവർ പോലും മനസ്സിലാക്കിയിട്ടുണ്ട്. പ്രമുഖ ഫ്രഞ്ച് ദാർശനികനായിട്ടുള്ള ഐറിക് ഫ്രോം പറഞ്ഞിട്ടുണ്ട് ഖുർആൻ സമർത്ഥിക്കുന്നത് ഏറ്റവും യുക്തിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ചിന്തയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് മാത്രം അത് തിരിയൂല എന്നുള്ളതാണ്. ഈ ഗ്രന്ഥം ഖുർആൻ അവതരിപ്പിച്ചതിനെ പറ്റിയിട്ട് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ലഖദ് അൻസൽനാ ഇലൈക്കും കിതാബ. ഏതാ സൂറത്ത്? ലഖദ് അൻസൽനാ ഇലൈക്കും കിതാബ ഫീഹി ദിക്റുക്കും അഫലാ തഅഖിലൂൻ. സൂറത്തുൽ അൻബിയായിലെ 10-ാമത്തെ ആയത്താണ്. ഈ കിതാബ് നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ട് ഇറക്കി. ആരാണ് ചിന്തിക്കാൻ തയ്യാറായി? ഈ അഫലാ തഅഖിലൂൻ എന്നുള്ള അതേ പദപ്രയോഗം 13 തവണ ഖുർആനിൽ അള്ളാഹു റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ചിന്തിക്കാനുള്ള ആഹ്വാനങ്ങൾ വേറെ ഉണ്ട്. ഈ അഫലാ തഅഖിലൂൻ എന്ന് പറഞ്ഞുകൊണ്ട് 13 സ്ഥലങ്ങളിൽ അള്ളാഹു ആയത്തുകൾ അവസാനിപ്പിക്കുന്നുണ്ട്. ഒട്ടേറെ സ്ഥലങ്ങൾ ഖുർആനിൻ്റെ ആളുകൾ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു പരിചയപ്പെടുത്തുന്നത് അല്ലദീന ആതൈനാഹുമുൽ കിതാബ യത്ലൂനഹു ഹഖ്ഖ തിലാവതി. ഖുർആൻ കിട്ടിയ ആളുകൾ അത് അവർ എങ്ങനെ പാരായണം ചെയ്യുന്ന? യത്ലൂനഹു ഹഖ്ഖ തിലാവതി. ഈ ഹഖ്ഖ തിലാവത്തിനെ പണ്ഡിതന്മാർ വിശദീകരിച്ചത്, ഈ ഹഖ്ഖ തിലാവത്ത് അത് പൂർണ്ണമാവണമെങ്കിൽ അതിൻ്റെ 4 തലങ്ങളിലൂടെ അത് പോകണം. തിലാവത്തുൽ ലഫ്ദ്, തിലാവത്തുൽ മഅന, തിലാവത്തുൽ ഹുക്മ്, തിലാവത്തു തദബ്ബുർ. ലഫ്ദ് അതായത് അതിൻ്റെ മഖ്റജുകളും കൃത്യമായിട്ട് അത് പാരായണം ചെയ്യേണ്ട രീതിയും കൃത്യമായിട്ട് നോക്കിയിട്ട് പാരായണം ചെയ്യുന്നത്. തിലാവത്തുൽ മഅന അതിൽ നിന്ന് കിട്ടേണ്ട അർത്ഥങ്ങൾ കൃത്യമായി മനസ്സിലാക്കി ഉള്ള പാരായണം. 3-ാമത്തെ തിലാവത്തുൽ ഹുക്മ് അതിൽ നിന്ന് കിട്ടേണ്ട ഓരോ നിയമങ്ങളും നമ്മുടെ ജീവിതത്തിൽ പുലർത്തേണ്ട കാര്യങ്ങളും അത് ഉൾക്കൊണ്ടുകൊണ്ടുള്ള പാരായണം. 4-ാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പലപ്പോഴും നമുക്കൊന്നും ഒരംശം പോലും ഇല്ലാതെയായി പോകുന്ന തിലാവത്തു തദബ്ബുർ, ഖുർആനിൻ്റെ ആഴങ്ങളിലോട്ട് ഇറങ്ങിച്ചെന്നുകൊണ്ടുള്ള ആ ഒരു പാരായണം. ഏതെങ്കിലും ഒരു സൂറത്ത് പോട്ടെ, ഒരൊറ്റ ആയത്ത് നമ്മൾ ഈ പൂർണ്ണമായിട്ടുള്ള ഹഖ്ഖ തിലാവത്തിൽ ഞാനും നിങ്ങളുമൊക്കെ പാരായണം ചെയ്തിട്ടുണ്ടോ? ഒരുപാട് ഖത്തങ്ങൾ, എണ്ണമില്ലാത്ത ഖത്തങ്ങൾ ഓതി തീർത്തവരാണ് നമ്മൾ, പേജുകൾ മറച്ചിട്ടുകൊണ്ട്. ഒരൊറ്റ ആയത്ത് ഖുർആനിലെ ഒരൊറ്റ തവണ പൂർണ്ണ അർത്ഥത്തിൽ ഹഖ്ഖ തിലാവത്തോടുകൂടി നമ്മൾ എത്ര പേര് ഓതിയിട്ടുണ്ടാവും? സ്വയം ചോദിച്ചാൽ മതി, സ്വയം ഉത്തരം പറഞ്ഞാലും മതി. അത്രയേറെ ചിന്തക്ക് പ്രാധാന്യം നൽകിയിട്ടുള്ള ഒരു മതത്തിലെ ആ ചിന്ത പഠിപ്പിക്കുന്ന ഗ്രന്ഥം, ചിന്ത കൊടുക്കുന്നവർക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങളുള്ള ഗ്രന്ഥം, ചിന്ത കൊടുത്താൽ പൗരോഹിത്യം പറഞ്ഞ് പറ്റിച്ച കാര്യങ്ങളിൽ നിന്ന് മോചനം നേടിത്തരുന്ന ഗ്രന്ഥം. കുറേ അത്ഭുതങ്ങളുണ്ട്, അതിലൊന്ന് മാത്രം. ഇന്ന് ജുമാ ഖുതുബക്ക് ഞാൻ ആമുഖത്തിൽ ഓതി വെച്ച ആയത്ത് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഹുബുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഹുബില്ല എന്നുള്ളത് പറഞ്ഞു, അർത്ഥം പറഞ്ഞു. ഇവിടുന്ന് ഒരു അർത്ഥം വന്നു അല്ല, അതിന് മുന്നേ സൂറത്തുൽ ബഖറയിലെ 165-ാമത്തെ ആയത്തായിരുന്നു. വമിനൻ നാസി മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദൻ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ്. ഇനി ഒരുപാട് സ്വാധീനിച്ചിട്ടുള്ള ഒരായത്താണ് 165-ാമത്തെ ആയത്ത്. ഒരുപാട് ചിന്ത കൊടുത്ത് അത്ഭുതപ്പെട്ട ഒരായത്താണ്. അതിൻ്റെ ആ ഒരു ഘടനയുടെ ഭംഗിയുണ്ടല്ലോ. മനുഷ്യരിൽ ചിലരുണ്ട്, അവർ അള്ളാഹുവിൽ പങ്കു ചേർക്കും. എങ്ങനെ? അള്ളാഹുവിന് കൊടുക്കുന്ന പോലെയുള്ള സ്നേഹം മറ്റു ചിലർക്ക് കൊടുത്തുകൊണ്ട്. ഇത് നമ്മൾ തിരിച്ച് ചിന്തിക്കുന്ന സമയത്ത് ഭയങ്കര പേടിയൊന്നൊരു സാധനമാണ്. നമുക്ക് മറ്റേതെങ്കിലും സൃഷ്ടിയോട് ഇതിനോട് സാമ്യതപ്പെടുത്താൻ പറ്റുന്ന സ്നേഹം ഉണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, അത് അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നതാണ് എന്നാണ് അള്ളാഹു അവിടെ പറയുന്നത്. ഇത് നമ്മളെ പലപ്പോഴും
പൗരോഹിത്യം തുടക്കം മുതൽ മദ്രസ മുതൽ പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അള്ളാഹുവിനോടുള്ള സ്നേഹം, ദൈവികമായിട്ടുള്ള സ്നേഹം വേറെ, സൃഷ്ടികളോടുള്ള സ്നേഹം വേറെ കാറ്റഗറി. ഇതെന്തുകൊണ്ടാണ്? ഈ പറയുന്ന ആളുകൾക്ക് ഒരിക്കലും ആ തലത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതം തന്നെ അവർക്ക് ചോദ്യചിഹ്നമായി മാറും. യഥാരൂപത്തിൽ അള്ളാഹുവിനെ മനസ്സിലാക്കുന്നവർക്ക് മാത്രമേ അള്ളാഹുവിനോടുള്ള സ്നേഹത്തിന് അങ്ങനെ വിവിധ കാറ്റഗറികളായിട്ടൊന്നും തിരിച്ചിട്ടില്ല. ഏത് കാറ്റഗറി നിങ്ങൾ എടുത്താലും അവിടെ എല്ലാം ഏറ്റവും മുകളിൽ നിൽക്കേണ്ടവൻ. അതിലൊരു സംശയമില്ല. അത് നമ്മൾ, എനിക്ക് എൻ്റെ മക്കളോടും ഉമ്മാനോടൊക്കെ ഭയങ്കര സ്നേഹമാണ്, അള്ളാഹുവിനോട് വേറൊരു സ്നേഹം ഭയങ്കരമായിട്ടുണ്ട്. അങ്ങനെ ഒരു സാധനം പഠിപ്പിച്ചിട്ടില്ല. നമ്മൾ സ്വയം പറ്റിക്കാനും പൗരോഹിത്യം പറഞ്ഞ് പറ്റിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ്. ഗൗരവത്തോടു കൂടി ചിന്തിക്കണം. എന്നിട്ടാണ് അള്ളാഹു പറയുന്നത് വല്ലദീന ആമനു അശദ്ദു ഹബ്ബൻ ലില്ലാഹ്, അതിയായി അള്ളാഹുവിനോടുള്ള അഗാധമായ പ്രണയമായിരിക്കും യഥാർത്ഥ വിശ്വാസികൾക്ക് എന്നുള്ളത്. എന്നിട്ട് ഇതിന് ശേഷം റബ്ബ് ഉപയോഗിക്കുന്ന ആ വാക്കുകളുടെ ഘടനയൊക്കെ ഭയങ്കര ചിന്താർഹനീയാണ്. വലൗ യറല്ലദീന ളലമു ഇദ് യറൗനൽ അദാബ്, അക്രമികൾ അള്ളാഹുവിൻ്റെ ശിക്ഷ കാണുമ്പോൾ അവർ കാണുകയാണെങ്കിൽ, കണ്ടു കഴിഞ്ഞു എന്ന് അള്ളാഹു പറഞ്ഞു, കണ്ടു കഴിഞ്ഞിട്ട് അവർ കാണുകയാണെങ്കിൽ എന്ന് ചോദിക്കുന്നതിന് എന്താ പ്രസക്തി? അള്ളാഹുവിൻ്റെ സർക്കാസ്റ്റിക് ആയിട്ടുള്ളൊരു പ്രയോഗമാണ് അവിടെ. അവർക്ക് അനേകം വർഷങ്ങൾ ഈ ലോകത്ത് അവർക്ക് കാണാൻ ഉതകുന്ന എല്ലാം അവരുടെ മുന്നിൽ നിരത്തി വെച്ച് കാണിച്ചു, അപ്പോഴൊന്നും അവർ കണ്ടില്ല. എന്നിട്ട് അള്ളാഹ്ക്ക് അറിയാം അവിടെ എത്തുമ്പോൾ അവർ കാണുന്നു. അപ്പം അള്ളാഹു ആ സർക്കാസ്റ്റിക് ആയിട്ടുള്ള പ്രയോഗമാണ് അവിടെ നടത്തുന്നത്. അപ്പോഴെങ്കിലും അവർ കാണുമോ എന്നുള്ള രൂപത്തിൽ അവരെ മുന്നിൽ നരകശിക്ഷ ഇങ്ങനെ കാണിക്കുന്ന സമയത്ത്, അന്നൽ ഖുവ്വത ലില്ലാഹി ജമീഅൻ വ അന്നല്ലാഹ ശദീദുൽ അദാബ്, അപ്പം അവർക്ക് ബോധ്യമാവും കൃത്യമായിട്ട് ആരാണ് ഏറ്റവും വലിയ ശക്തിമാനും ഏറ്റവും വലിയ ശിക്ഷക്ക് ഉടമസ്ഥനുമായിട്ടുള്ള ആളെന്ന്. ഓരോ ഘടനകൾ ഇതുപോലെ. മറ്റൊന്ന് സൂറത്തുൽ മാഊനിൽ ചെറുപ്പം മുതലേ പറഞ്ഞ് കേട്ടിട്ടുള്ളത്, ഫവൈലുല്ലിൽ മുസ്വല്ലീൻ, നമസ്കരിക്കുന്നവർക്ക് നാശം. ഇതെല്ലാവരും പറഞ്ഞു കേൾക്കുന്നത് നമസ്കാരത്തെക്കുറിച്ച് പറയുന്ന ക്ലാസ്സുകളിലാണ് ഇത് കൂടുതലും കേട്ടിട്ടുള്ളത്. അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹുൻ, അവരവരുടെ നിസ്കാരത്തിൽ അശ്രദ്ധരായിരിക്കും. വല്ലദീനഹും യുറൗൻ, അവർ കാണിക്കാൻ വേണ്ടിയിട്ടാവും നമസ്കരിക്കുന്നത്. എന്നിട്ട് പറഞ്ഞിട്ട് പഠിപ്പിക്കുകയാണ്, നമ്മളെ കൈകെട്ടൽ ശരിയായിട്ടില്ലെങ്കിൽ, നമ്മളെ കാല് വെക്കുന്ന ഗ്യാപ്പ് തൊട്ടടുത്ത ആളുടെ ഇടയിൽ 2 മില്ലിമീറ്ററിൽ കൂടുതൽ ഗ്യാപ്പ് വന്നിട്ടുണ്ടെങ്കിൽ, നിസ്കാരത്തിൻ്റെ ഷർത്തുകളും ഫർദുകളും ഒക്കെ പറഞ്ഞുകൊണ്ട് അത് തെറ്റിപ്പോയാൽ നിങ്ങൾക്ക് നാശം, നിങ്ങൾ എന്നിട്ട് മനുഷ്യരെ ഈ ഇട്ടാവട്ടത്തിൽ കിടന്ന് ഈ അതിൻ്റെ ഷർത്തുകളിലേക്കും ഫർദുകളിലേക്കും അതായിപ്പോയി മനുഷ്യൻ്റെ നിസ്കാരം. ഇതിൻ്റെ പ്രാധാന്യം ഒട്ടും കുറച്ച് കാണിക്കുകയല്ല പ്രിയമുള്ളവരെ. അത് സ്വാഭാവികമായിട്ട് റബ്ബിനോട് അടുത്തുകൊണ്ട് നിസ്കരിക്കുമ്പോൾ വരുന്നൊരു കാര്യം. ഇതല്ല നമസ്കാരം. എന്നിട്ട് അവസാനം മറ്റൊരു കാര്യമായിട്ട് അവർ പരോപകാര വസ്തുക്കൾ വിട്ടുകൊടുക്കില്ല എന്നുള്ളത്. അത് കൂടെ ചേർത്തിട്ട് റബ്ബ് പറഞ്ഞിട്ടുള്ളത്. ചിന്തിക്കുന്ന ഓരോ മനുഷ്യനും മനസ്സിലാവുന്ന കാര്യം, അല്ലദീനഹും യുറാഊൻ വയംനഊനൽ മാഊൻ, ഇവർ നമസ്കരിക്കുന്നവർക്ക് നാശം. അവരാളുകളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമസ്കരിക്കുന്നത്. അവർ അശ്രദ്ധരാണ്. അവർ ഈ നമസ്കാരം മാത്രമേ നിർവഹിക്കുന്നുള്ളൂ. അവർ പുറത്തിറങ്ങി അള്ളാഹു അവൻ്റെ ഇതര സൃഷ്ടികളോട് നിർവഹിക്കേണ്ട കുറച്ച് ബാധ്യതകളുണ്ട്. അതിന് പുല്ല് വില കൊടുത്തുകൊണ്ട് നീ ഇങ്ങനെ നിസ്കരിക്കുകയാണെങ്കിൽ പോയി പുഴുങ്ങി തിന്നോ നിസ്കാരം. പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കേണ്ട. ഇതാണ് അതിൽ വരുന്ന ആശയം. കൃത്യമായിട്ട് നമ്മൾ ആലോചിച്ച് നോക്കുക. ഇത് ചിന്തിച്ചാൽ മാത്രമേ നമ്മളെ പറഞ്ഞ് തെറ്റായിട്ടുള്ള രൂപത്തിൽ ചില ഇട്ടാവട്ടത്തിൽ യഥാർത്ഥമായി ചിന്തിക്കേണ്ട കാര്യങ്ങളിൽ നിന്ന് നമ്മൾ അടർത്തി മാറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ചിന്തിക്കുന്നവർക്ക് മാത്രമേ അവിടെ ബോധ്യമാവുള്ളൂ. ചിന്ത കൊടുത്താൽ ഓരോ കാലത്തും പഠനത്തിന് അർഹമായിട്ടുള്ള കാര്യങ്ങൾ കിട്ടുന്ന ഗ്രന്ഥം. ഓരോ കാലത്തും പലപ്പോഴും പലരും പറയുന്ന ഒന്നാണ്, ഖുർആനിൽ നിന്ന് കിട്ടേണ്ടത് മുഴുവൻ തഫ്സീറുകളിലും ചിന്തിക്കുന്ന മഹാന്മാരും രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇനി നമുക്കെന്താണ് റോള്?
നമ്മളത് നേരെ പിൻപറ്റിയാൽ പോരെ എന്നുള്ള ചോദ്യം സ്ഥിരം കേൾക്കാറുണ്ട്. യഥാർത്ഥത്തിൽ മനുഷ്യന്മാരെ എഴുതിയിട്ടുള്ള വെറും തുച്ഛമായിട്ടുള്ള ഒരു പുസ്തകത്തിലോട്ട് ചുരുക്കി കാണുന്ന ഒരു രീതിയാണത്. ഓരോ കാലത്തും മനുഷ്യൻ്റെ അറിവ് വർദ്ധിക്കുന്നതിനനുസരിച്ച് ഖിയാമത്ത് നാൾ വരെ പുതിയ അറിവ് കിട്ടിക്കൊണ്ടിരിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. യുക്തിവാദികളിൽ നിന്ന് വരുന്നൊരു ചോദ്യമുണ്ട്, അള്ളാഹു ഈ ഖുർആനിൽ ഇങ്ങനെ ഇപ്പം നിങ്ങൾ പുതിയതായിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അത് വ്യക്തമായിട്ട് ആദ്യമേ ഖുർആനിലൂടെ കാണിച്ചു തന്നുകൂടായിരുന്നു, ഇങ്ങനെ പിന്നീട് വീണ്ടും വീണ്ടും ഓരോന്നായിട്ട് കിട്ടാൻ എന്തിനാണ് കാത്തു നിൽക്കുന്നത് എന്നുള്ള ചോദ്യം വരാനുണ്ട്. ഭൂമി ഉരുണ്ടതാണെന്ന് നേരിട്ടങ്ങ് ഖുർആനിൽ പറഞ്ഞാൽ പോരായിരുന്നു. സിമ്പിളായിട്ട് അന്നത്തെ കാലഘട്ടത്തിലോട്ട് പോയിട്ട് ഖുർആനിലൊരായത്ത് പറയാണ്, നിങ്ങൾ ജീവിക്കുന്ന ഈ ഭൂമി അത് പരന്നതല്ലട്ടോ, അത് ഉരുണ്ടിട്ടാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബുദ്ധി ഉപയോഗിക്കുന്ന ഒരു മനുഷ്യൻ അന്ധമായിട്ട് മുഹമ്മദ് പറഞ്ഞ എന്തും ഞാൻ സ്വീകരിക്കുമെന്ന് പറയുന്നവരൊഴികെ ബുദ്ധി അല്പം ഉപയോഗിക്കുന്ന ആരെങ്കിലും ഒരാൾ അത് അംഗീകരിക്കുമായിരുന്നു. നിങ്ങളിന്ന് ഈ ജീവിക്കുന്ന ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞിട്ട് നേരെ എടുത്ത് ചവറ്റുകൊട്ടയിലിടും. ഈ ചെങ്ങായി എന്തോ പകൽ സ്വപ്നം കണ്ടിട്ട് എന്തൊക്കെ സങ്കല്പിച്ച് വന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട്. വഇലൽ അർദി കൈഫ സുതിഹത്, നിങ്ങൾ ജീവിക്കുന്ന ഈ ഭൂമി, ഈ അർദിനെ ഞാൻ എങ്ങനെ പരത്തി എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ എന്നാണ് അള്ളാഹു പറഞ്ഞത്. അത് അന്നത്തെ ആളുകൾക്ക് കൃത്യമായിട്ട് അവരെ മനസ്സിന് സംതൃപ്തി കിട്ടുന്ന രൂപത്തിൽ അവർ നിൽക്കുന്ന ഭൂമി പരന്നത് എന്നുണ്ടായിരുന്നു. ഈ അർദ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ പദം, ആ പദത്തിലുണ്ട് മറ്റെല്ലാം. സഞ്ചരിക്കുന്ന ഭൂഗോളം എന്നാണ് ഈ അർദ് എന്ന പറഞ്ഞ പദത്തിൻ്റെ അർത്ഥം. ഈ സഞ്ചരിക്കുന്ന ഭൂഗോളത്തെ നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടി ഞാൻ എങ്ങനെ പരത്തിയിരിക്കുന്നു? എല്ലാ കാലത്തുമുള്ള ആൾക്കാർക്കുള്ള ഉത്തരമായോ? സൂറത്തുൽ ബഖറയിൽ അള്ളാഹു ഒരു ഉദാഹരണം പറയുന്നുണ്ട്. ഇന്നല്ലാഹ ലാ യസ്തഹി അൻ യദ്രിബ മസലൻ മാ ബഊദതൻ ഫമാ ഫൗഖഹ. അള്ളാഹുവിന് ഉദാഹരണമായിക്കൊണ്ട് ഒരു കൊതുകിനെ പോലും എടുക്കാം, എന്നിട്ട് അള്ളാഹു പറഞ്ഞിട്ട് അല്ലെങ്കിൽ അതുക്കും മേലെയുള്ളതിനെ എടുക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഫമാ ഫൗഖഹ. ഈ കൊതുകിൻ്റെ പൊതുവേ നമ്മൾ നോക്കുകയാണെന്നെങ്കിൽ ഒന്നെങ്കിൽ അതിലും ചെറുത് എന്നാവും പറയാം, അല്ലെങ്കിൽ അതിലും താഴ്ന്നത് എന്നൊക്കെ ആവും പറയാം. പക്ഷെ ഫമാ ഫൗഖഹ എന്ന് പറയുമ്പോൾ ആളുകൾക്ക്, ആ ഒരു സമയത്തുള്ളവർക്ക് കൊതുകിനെയോ കൊതുകിനേക്കാളും അപ്പുറമുള്ളതിനെയോ എന്നുള്ള അർത്ഥത്തിൽ അവർക്ക് സ്വയം സംതൃപ്തി ലഭിക്കുന്ന അർത്ഥം കിട്ടുന്നുണ്ട്. ശാസ്ത്രം പുരോഗമിച്ചപ്പോൾ മാത്രമാണ് മനസ്സിലാവുന്നത് കൊതുകിൻ്റെ ഒക്കെ മുകളിൽ ഒരുവിധം പാരസൈറ്റുകളാണല്ലോ കൊതുകുകൾ, മനുഷ്യൻ്റെ രക്തം കുടിക്കുന്ന പാരസൈറ്റുകളായിട്ടും അത് പ്രോപ്പർലി അങ്ങനെ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. ഈ കൊതുകിൻ്റെ മേലെ കൃത്യമായിട്ട് മേലെ ജീവിക്കുന്ന പാരസൈറ്റുകളുണ്ട്. അന്ന് ഖുർആനിലെ ആയത്തിൽ പറയാണ്, ഒന്നെങ്കിൽ അള്ളാഹുവിന് കൊതുകിനെ എടുക്കാം, അല്ലെങ്കിൽ കൊതുകിൻ്റെ മേലെ ജീവിക്കുന്ന ആ ജീവിയെ ഉദാഹരണമായിട്ട് എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ കാണിച്ചു തരാൻ പറയും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് എവിടുന്ന് കൊണ്ടുവന്ന് ഈ ഗ്രന്ഥം എന്നുള്ളത് ചോദിക്കാം. കൃത്യമായിട്ട് നമ്മുടെ ഓരോ അറിവും വർദ്ധിക്കുന്നതിനനുസരിച്ച് കൃത്യമായിട്ട് ഓരോ കാലഘട്ടത്തിലും അതിനെല്ലാം വ്യക്തമായിട്ടുള്ള ഉത്തരം കിട്ടിക്കൊണ്ടേയിരിക്കുന്ന ഗ്രന്ഥം. ഇത് ചിന്തിച്ചാൽ മാത്രം ലഭിക്കുന്ന ഒന്നാണ്. ആരെങ്കിലും കളവാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതേ ആയത്ത് മുഖേന ആ കളവാക്കിയതിനെ കളവാക്കി കാണിച്ചു തരുന്ന മഹത്തായ ഗ്രന്ഥം. എങ്ങനെ കളവാക്കിയതിനെ കളവാക്കി യാഥാർത്ഥ്യം കാണിച്ചു തരുന്ന മഹത്തായിട്ടുള്ള ഗ്രന്ഥം. നാം സൂറത്തുൽ ബഖറയിലെ 102 ആയത്ത് അന്നിവിടെ എടുത്ത സമയത്ത് ആ ഒരായത്ത് മാത്രം ഒരു ചർച്ചയ്ക്ക് എടുക്കാനുള്ള കാരണം തന്നെ എന്താ? ആ ആയത്തിന് ആയത്തു സിഹ്ർ എന്നൊക്കെ പേരിട്ടുകൊണ്ട് അതിലൂടെ മാരണത്തിന് ഫലസിദ്ധിയുണ്ട് എന്ന് സ്ഥാപിച്ചെടുത്തതിൻ്റെ ഭൂരിപക്ഷം ആളുകളും അങ്ങനെ അഭിപ്രായപ്പെടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ട് അതേ ആയത്തിലൂടെ
മരണത്തിന് ഫലസിദ്ധി ഉണ്ട് എന്ന് പറയുന്നവർ ഖുർആനെ കളവാക്കുന്നവരാണെന്ന് അള്ളാഹു വ്യക്തമായിട്ട് കാണിച്ചു തരുന്ന പ്രതിഭാസം. സൂറത്തുൽ ഫലക്ക് ഈ പറഞ്ഞ പോലെ വമിൻ ശരിൻ നഫാസാത്തി, ഇതിനെ ഒരുപാട് കാലം അലട്ടിയിട്ടുള്ള ഒരു ചോദ്യചിഹ്നമായിരുന്നു സത്യം പറഞ്ഞ. അതിന് രണ്ടർത്ഥം പണ്ഡിതന്മാർ വിവക്ഷ കൊടുത്തിട്ടുണ്ട്. കെട്ടുകളിൽ ഊതുന്ന സ്ത്രീകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മന്ത്രവാദികളാണ് എന്നും, അതുപോലെ തന്നെ കല്യാണ ബന്ധങ്ങൾ, കെട്ടുബന്ധങ്ങൾ തകർക്കാൻ വേണ്ടി നടക്കുന്ന ആളുകൾ, അവരെ കൂടി ഉദ്ദേശിക്കുക. അപ്പോൾ അങ്ങനെ മറ്റുള്ള ഖുർആനിലെ മറ്റ് സ്ഥലങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ മരണത്തിന് ഫലസിദ്ധി ഇല്ല എന്ന് വ്യക്തമായിട്ട് കാണുന്നതുകൊണ്ട് നമുക്കിവിടെ അത് കല്യാണ ബന്ധം തെറ്റിക്കാൻ നടക്കുന്നവരാണ് എന്ന് നാം മനസ്സിലാക്കണം എന്നുള്ള രൂപത്തിലായിരുന്നു ഞാൻ കേട്ടത്. പക്ഷെ അത് മനസ്സിനൊരു പൂർണ്ണ സംതൃപ്തി സത്യം പറഞ്ഞാൽ കിട്ടിയിട്ടില്ലായിരുന്നു. ആയത്തിൻ്റെ ഘടന ഇങ്ങനെ വായിച്ചു പോകുമ്പോഴും അവിടെ മന്ത്രവാദികൾ എന്നുള്ള അർത്ഥം തന്നെയാണ് ഏറ്റവും പ്രബലമായിട്ടുള്ള ഒരു അഭിപ്രായം. അത് തന്നെ മനസ്സിലിങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അല്ല, യാഥാർത്ഥ്യം കിട്ടണമേ എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള ചിന്തയോടുകൂടി അല്പം സമയം അതിൻ്റെ മേലെ ഏറ്റവും ആ ഒരു റബ്ബിനോട് ഏറ്റവും അടുക്കുന്ന നമുക്ക് ഒരു ഫീൽ ചെയ്യുന്ന ആ ഒരു സമയമുണ്ടല്ലോ ദിവസത്തിൻ്റെ, അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ആ വാക്കിൻ്റെ ഘടനയിൽ ഇത് ഫലിക്കും എന്നല്ല, മറിച്ച് അതിന് ഫലസിദ്ധി ഇല്ല എന്നുള്ളത് അതേ ആയത്തിലൂടെ അള്ളാഹു കാണിച്ചു തരുന്നതേ. അതിൻ്റെ തൊട്ട മുന്നത്തെ ആയത്ത് വമീശരി ഗാസിഖിൻ ഇദാ വഖബ്, രാത്രി മൂർധന്യാവസ്ഥയിൽ അതിൻ്റെ ആ ഒരു പ്രത്യേക സമയം എത്തുമ്പോൾ മാത്രം, ഇദാ വഖബ് ആ ഒരു പ്രത്യേക കേസിൽ മാത്രം. അതിനുശേഷമുള്ള ആയത്ത് വമീശരി ഹാസിദിൻ ഇദാ ഹസദ്, എല്ലാ അസൂയാലുക്കളിൽ നിന്നല്ല, ഒരു അസൂയാലും എനിക്കെതിരെ അസൂയപ്പെടുന്ന ആ ഒരു സന്ദർഭത്തിൽ മാത്രം. ഇത് ഇവിടെ രണ്ട് സ്ഥലത്തും റബ്ബ് ആ സന്ദർഭത്തിൽ എന്ന് എടുത്ത് പറഞ്ഞിട്ട് അതിൻ്റെ നടുവത്തെ ആയത്തിൽ അള്ളാഹു പറയാണ് വമിൻ ശരിൻ നഫാസാത്തി ഫിൽ ഉഖദ്. അള്ളാഹുവിന് ആ സന്ദർഭം വിട്ടുപോയതാണോ? പ്രാസൊപ്പിക്കാൻ വേണ്ടിയിട്ടാണോ? മനഃപൂർവ്വം അതിൻ്റെ തൊട്ട മുകളിലും ശേഷവുമുള്ള ആയത്തിൽ സന്ദർഭം പ്രത്യേകമായിട്ട് ഇതാ എന്ന് വച്ച് പറഞ്ഞുകൊണ്ട് നടുവിലെ ആയത്തിൽ അള്ളാഹു ഇതാ എന്ന് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ആ സന്ദർഭമല്ല അവിടെ ഷെറായിട്ടുള്ളത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കി തരല്ലേ. അതിമനോഹരമായിട്ടായിരുന്നു അത് മനസ്സിലാക്കി. ആ ഒരു ഖുർആനിൽ നിന്ന് ഒരു കാര്യങ്ങൾ കിട്ടുന്ന ആ നിമിഷങ്ങളുണ്ടല്ലോ, മന്ത്രവാദികളുടെ ഷെറുകളിൽ നിന്ന് ഞാൻ രക്ഷ തേടുകയാണ്. അവർ മന്ത്രവാദം ചെയ്യുമ്പോഴല്ല അവിടെ അവരുടെ ഷെറ്, മറിച്ച് അവിടെ മന്ത്രവാദത്തിന് ഫലസിദ്ധി ഉണ്ട് എന്ന് തോന്നിക്കാൻ വേണ്ടിയിട്ട്, അവർ ധാരണ വരുത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് അവർ ചെയ്യണമെന്നുള്ളത് കൃത്യമായിട്ട് നമ്മളെ പത്രങ്ങളിൽ നിന്ന് തന്നെ കഴിഞ്ഞ 1-2 വർഷങ്ങളിൽ നമ്മളെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കന്മാരിൽ നിന്ന് പോലും നാം ഉദാഹരണങ്ങൾ കേട്ടിട്ടുള്ളതാണ്. ആരും അതിൽ പെടാത്തവരായിട്ടില്ല എന്നുള്ളത് കാസർഗോഡുള്ള സംഭവം, അതുപോലെ മീൻചട്ടി ഉടച്ച സംഭവം, നമ്മുടെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഒക്കെ സമ്പത്ത് നമുക്ക് കിട്ടിയതാണ്. അപ്പോൾ ഈ മന്ത്രവാദികൾ അവരുടെ മന്ത്രവാദത്തിന് ഫലസിദ്ധി ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോവും. ഒരുപാട് ഏജൻറ്റുമാർ ഉണ്ട് എന്നാണ് ഒരു ഇൻഫോർമലായിട്ടുള്ള ഒരു അന്വേഷണത്തിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് നമ്മുടെ വീടുകളിൽ വന്ന് വീട്ടു സഹായത്തിനും പ്രസവ ശുശ്രൂഷക്കും ഒക്കെ വരുന്ന സ്ത്രീകളിൽ ഇന്ന് അതിലെ വലിയൊരു ശതമാനം ഇങ്ങനെയുള്ളവരുടെ ഏജൻറ്റുകളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അവർ തന്നെ വന്നിട്ട് വീട്ടിൽ പ്രശ്നം കണ്ടെത്തും. നമ്മളെ വീട്ടിൽ നമ്മളിതുവരെ കാണാതെ പോയ പ്രശ്നങ്ങൾ കണ്ടെത്തും, എന്നിട്ട് ആ പ്രശ്നത്തിലുള്ള പരിഹാരം പറഞ്ഞുതരും ഇവരുടെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ആളുകളുടെ ഇടയിൽ തെറ്റുണ്ടാക്കാൻ ഏറ്റവും മുൻപന്തിയിലുണ്ടാവും. കുടുംബ ബന്ധങ്ങൾ തെറ്റിക്കാനും എല്ലാ രൂപത്തിലുള്ള ലൈംഗികമായിട്ടുള്ള, സാമ്പത്തികമായിട്ടുള്ള, മാനസികമായിട്ടുള്ള, ശാരീരികമായി എല്ലാ ചൂഷണങ്ങളിലേക്കും തുറന്നു വിടാൻ അവരെ കൊണ്ട്, കാരണം അവരെ കഞ്ഞൂടിയാണ്. അവർക്ക് ഒരു 10 കേസ് അറ്റൻഡ് ചെയ്യുമ്പോൾ അതിൽ ഒന്നെങ്കിലും വലിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇയാളെ ജോലി പൂട്ടിപ്പോവില്ലേ? അപ്പോൾ ഇടയ്ക്ക് അത്രയും വലിയ സമൂഹത്തിൽ വലിയ ഷെറായിട്ടുള്ള അതിൽ നിന്ന് പ്രത്യേകമായിട്ട് രക്ഷ തേടണം, മറിച്ച് അവർ ചെയ്യുന്ന മന്ത്രവാദത്തിൽ നിന്നല്ല എന്ന് കൃത്യമായിട്ട് അള്ളാഹു കാണിച്ചു തരുന്നു. എല്ലാ ചോദ്യങ്ങൾക്കും, മനസ്സിൽ തോന്നുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ചോദ്യം ഏത് ആയത്തിൽ നിന്ന് തോന്നിയോ അതേ ആയത്തിലൂടെ മറുപടി തരുന്ന മഹത്തായ ഗ്രന്ഥം.
ഞാൻ ഒരു 2-3 മാസങ്ങൾക്ക് മുന്നേ ഞാനും വൈഫും കൂടി ഇങ്ങനെ ഒരു യാത്ര പോകുന്ന സമയത്ത് അവളിങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു. ഖുർആനിൽ ചില ഉദാഹരണങ്ങൾ ഇങ്ങനെ ആലോചിക്കുമ്പോൾ വിചാരിക്കും അള്ളാഹ്ക്ക് കുറച്ചും കൂടി നല്ല ഉദാഹരണങ്ങൾ കൊടുത്തുവിടായിരുന്നോ എന്നുള്ളത്. ഈ കപ്പൽ കടലിലൂടെ ഒക്കെ പോകണം ഇപ്പം ഇത്ര വലിയൊരു അത്ഭുതമാണോ? അത്ഭുതമാണ്, നമ്മൾ നല്ലോണം ചിന്തിക്കുമ്പോൾ അത്ഭുതമാണ്. ഞാൻ അങ്ങനെയല്ല പറയുന്നത് കേട്ടോ, അത്ഭുതമാണ്. പക്ഷേ എല്ലാവർക്കും പെട്ടെന്ന് തന്നെ പ്രഥമ ദൃഷ്ടിയ അത്ഭുതമായിട്ട് തോന്നുന്ന വേറെ എത്ര അത്ഭുതങ്ങളുണ്ട്. അത് അള്ളാഹുവിന് ഇട്ടുവിടായിരുന്നോ? അതെന്തോ ഉണ്ടാവും അങ്ങനെ. അപ്പോൾ ആ ഒരു നിമിഷത്തിൽ ഞാൻ പെട്ടെന്ന് വെച്ചാൽ അള്ളാഹുവിന് എന്തെങ്കിലും യുക്തി ഉണ്ടാവും, എല്ലാവരും ചിന്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാവും എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പക്ഷെ അതേ ആയത്തിലോട്ട് പിന്നെ ഇറങ്ങി ചെന്നപ്പോൾ അവിടെ തന്നെ കൃത്യമായിട്ട് അള്ളാഹു നേരെ വിവരിച്ചിട്ടുണ്ട്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി വൽ ഫുൽകില്ലതി തജ്രി ഫിൽ ബഹ്രി ബിമാ യൻഫഉൻ നാസ്. എന്നിട്ട് അള്ളാഹു ഇങ്ങനെ ഓരോ പ്രകൃതി ദൃഷ്ടാന്തങ്ങൾ ഇങ്ങനെ വിവരിച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് അള്ളാഹു എന്താ പറയുന്നത്? ആയാത്തിൻ ലി ഉലിൽ അൽബാബ്. ഇത് എല്ലാവർക്കുമുള്ള ദൃഷ്ടാന്തമായിട്ടല്ല അള്ളാഹു ഇവിടെ കൊടുത്ത്, ബുദ്ധി കൊടുക്കുന്നവർക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ദൃഷ്ടാന്തം. അത്ഭുതങ്ങൾക്ക് മേൽ അത്ഭുതങ്ങൾ കാണിച്ചു തരുന്ന ഗ്രന്ഥം, ചിന്ത കൊടുത്താൽ മാത്രം. അള്ളാഹു ചിന്തിക്കാൻ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ പ്രകൃതി ദൃഷ്ടാന്തങ്ങളും അള്ളാഹുവിൻ്റെ ഖുർആനിക ആയത്തുകളുമാണ് അള്ളാഹു എടുത്തു പറഞ്ഞിട്ടുള്ളത്. ഈ പ്രകൃതി ദൃഷ്ടാന്തങ്ങൾ പറയുന്നതിൻ്റെ കൂടെ നിങ്ങൾ പ്രകൃതിയിലോട്ടും നിങ്ങളിലോട്ടും നഫ്സിലോട്ടും കൂടിയാണ് അള്ളാഹു ചിന്തിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഈ നഫ്സിലോട്ടുള്ള ഈ ഒരു ചിന്ത ഖുർആനിൽ മനുഷ്യ ശരീരത്തിലെ ഓരോ അവയവങ്ങളും വ്യത്യസ്തമായിട്ട് എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ ആ അവയവത്തിനെക്കുറിച്ച് അള്ളാഹു പറയുന്ന ഒരു വിവരിച്ച് തരുന്ന അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിലെ മനോഹാരിത ഓരോ QRF ക്ലാസ്സുകളൊന്നും പോരാ ഓരോ അവയവത്തിന്. അത്രയും ഇൻഡെപ്തുകളായിട്ട് വിശദമായിട്ട് മനുഷ്യന് അത്ഭുതം തോന്നുന്ന, മനുഷ്യൻ ഇന്നേ വരെ ചിന്തിച്ച് നോക്കിയിട്ടില്ലാത്ത തരത്തിൽ മനുഷ്യ ശരീരത്തിനെക്കുറിച്ച് ഇത്രയും ഭംഗിയിൽ വിവരിച്ചിട്ടുള്ള ഒരു ഗ്രന്ഥം. മനുഷ്യൻ്റെ ചെവിയെക്കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടുള്ളത് പലപ്പോഴും വൈരുദ്ധ്യമായിട്ട് മുന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഇത് പണ്ഡിതനും പ്രിയ സുഹൃത്തുമായിട്ടുള്ള ഫിറോസ് കൊച്ചിയുമായിട്ടാണ് ആ ഒരു ചിന്തക്കൊരു തിരികൊളുത്തി കിട്ടിയത്. നമ്മൾ ചിന്തകരുടെ കൂടെ സമയം, നമ്മൾ ഒറ്റയ്ക്ക് ചിന്തിക്കുന്നത് കൂടാതെ ചിന്തകരുടെ കൂടെ ചെലവഴിക്കുന്ന സമയം ശരിക്കും ഭയങ്കര ഉപകാരം ചെയ്യും. അത് അവിടേക്കാണ് ഈ QRF എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രസ്ഥാനം, ഈ ഒരുമിച്ച് കൂടി അല്പസമയം ഖുർആനിലേക്ക് ആഴമായിട്ട് ഇതിൻ്റെയൊക്കെ പ്രസക്തി ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്. ഖുർആനിൽ കേൾവിയെപ്പറ്റി പറഞ്ഞത് എല്ലാ സ്ഥലത്തും കാഴ്ചയേക്കാളും മുന്നിലാണ്. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ. നേരത്തെ സജദയിൽ പറഞ്ഞ ആയത്തിൽ വജഅല ലക്കുമുസ് സമഅ വൽ അബ്സ്വാറ വൽ അഫ്ഇദ. അതിന് മുന്നേ ഞാൻ ഇവിടേക്കല്ലേ തിരിച്ചു വരണം എന്ന് പറഞ്ഞിട്ടുള്ളത്, നോട്ട് ചെയ്തിട്ടുണ്ടോ? സമഅ വൽ അബ്സ്വാറ, കേൾവിയും കാഴ്ചകളും. കേൾവിയും കാഴ്ചകളും, 2 കണ്ണായിട്ടാണ് കാഴ്ചകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെവി ഒന്നാണ് നമുക്കുള്ളത്. 2 ചെവി, 2 കണ്ണ്. നിങ്ങളെല്ലാവരും ഇപ്പം എന്നെ കാണുന്നില്ലേ? ഉറങ്ങുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ, ഇന്ന് ആരും ഉറങ്ങണില്ല, അല്ലെങ്കിലും അന്നും ഇല്ലായിരുന്നു. ഞാൻ ഈ എന്നെ കാണുന്ന നിങ്ങൾ എല്ലാവരും ആ AC-യിലോട്ടൊന്ന് നോക്കിയേ. ഇപ്പം നിങ്ങൾ ആരെങ്കിലും എന്നെ കാണുന്നുണ്ടോ? AC ആണോ കാണുന്നത്? AC-ക്ക് ഫോക്കസ് ചെയ്യേ. അപ്പോൾ ഒരു മനുഷ്യന് എന്ത് കാണണം അയാളെ ചുറ്റുമുള്ളത് എന്ന് അയാൾക്ക് ചൂസ് ചെയ്യാം. കാഴ്ചകൾ. അപ്പം ഞാനിങ്ങനെ വളവളാ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്.
ആ എ സിന്ന് ഒരൊച്ച വരുന്നുണ്ട്. എൻ്റെ ഒച്ച കേൾക്കാതെ നിങ്ങളെല്ലാവരും കൂടി ആ എ സിയിൽ ഒച്ച ഒന്ന് കേട്ടാണ് പറ്റുണ്ടോ? കേൾവി കൃത്യമായിട്ട് ഓരോ പദപ്രയോഗങ്ങളിലെ ഓരോ ഭംഗിയുണ്ടല്ലോ. ഈ കേൾവിയാണ് പലപ്പോഴും കാഴ്ച. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, അത് എങ്ങനെയെന്ന് കുറേ പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട്. കാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലാണ് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ മുഴുവനും കാണാനും ഖുർആനിലെ ആയത്തുകൾ നോക്കി വായിക്കാനും എല്ലാത്തിനും കാഴ്ചയാണല്ലോ നമുക്ക് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള നമ്മളെ സെൻസ് ഏതാണെന്ന് വെച്ചിട്ടാണെങ്കിൽ നമ്മളെല്ലാവരും ആദ്യം കാഴ്ച എന്നല്ലേ പറയാം. ഖുർആനിൽ ഇത് കേൾവിയാണ്. അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന സമയത്തും അള്ളാഹു സമീഉൻ ബസീർ എന്നാണ് പറയുക, ബസീറുൻ സമീഉ അല്ല. എല്ലാ സ്ഥലത്തും കേൾവിയെ ഇങ്ങനെ മുന്നിൽ വെച്ചിട്ടാണ് അള്ളാഹു പറയുക. നമ്മൾ ഒരു അന്ധനും ബധിരനും, അതാണ് പല അർത്ഥം. അതിനാണ് ഞാൻ അവിടെ കാത്തുന്നത്. ഊമെന്ന് ചിലർ പറയും, മൂങ്ങെന്ന് ചിലർ പറയും, മൂകരും. ഇങ്ങനെ ഇത് മൂന്നും കൂടിയിട്ടുള്ള ഒരാൾ നമ്മളെ മുന്നിൽ വരികയാണ്. ബാക്കി ഒന്നിലോട്ടും ചിന്ത പോകണ്ട, പ്രാമാണികമായിട്ടുള്ളതിലൊക്കെ ഒന്നും വേണ്ട. എനിക്ക് കണ്ണ് കാണൂല, കാത് കേൾക്കൂല, പിന്നെ അതേപോലെ സംസാരിക്കാനും പറ്റൂല. ഈ ഇന്നെങ്ങനെ നിങ്ങൾ ചുറ്റും കാണുന്നവർ നോക്കിയിട്ട് ഏത് ഓർഡറിലാണ് എൻ്റെ പോരായ്മകൾ നിങ്ങൾ പറയുക. ഇന്നെങ്ങനെ നോക്കുമ്പോൾ എൻ്റെ ഏത് പോരായ്മയാണ് നിങ്ങൾ ആദ്യം കാണുക? അന്ധനും പിന്നെ ബധിരനും മൂകനും. ഇനി അല്ലെങ്കിൽ ചിലപ്പം വേണമെങ്കിൽ തിരിച്ചും പറയാം, അന്ധനും മൂകനും ബധിരനും. ഇങ്ങനെ പോയാലും വലിയ ഇതല്ലാത്ത വേറൊരു ഓർഡർ ഒരു കാണുന്ന ഒരാൾക്ക് പറയാൻ പറ്റുമോ? ഖുർആനിലുടനീളം പറഞ്ഞത് എന്താണ്? സുമ്മുൻ ബുക്മുൻ ഉമ്യുൻ. സുമ്മുൻ ബുക്മുൻ ഉമ്യുൻ. ഏതെങ്കിലും രൂപത്തിൽ ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു ഓർഡറാണോ? ചെറിയ കുട്ടികൾ പോലും ഇങ്ങനെ ഒരു ഓർഡർ പറയുമോ? സുമ്മുൻ ബുക്മുൻ ഉമ്യുൻ. മനുഷ്യൻ്റെ ബ്രെയിനിലെ ന്യൂറോണിൻ്റെ ഘടനകൾ നമ്മൾ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ സെറിബ്രത്തിൻ്റെ ഏറ്റവും മുന്നിലെ ഭാഗത്തുള്ള ന്യൂറോൺസ് കേൾവിയെ നിയന്ത്രിക്കും. നടുവിലത് സ്പീച്ച്, ഏറ്റവും പിറകിൽ കാഴ്ച. സുമ്മുൻ ബുക്മുൻ ഉമ്യുൻ ഫഹും ലാ യർജിഊൻ. വമസലുല്ലദീന കഫറു കമസലില്ലദീ യൻഇകു ബിമാ ലാ യസ്മഉ ഇല്ലാ ദുആഅൻ വനിദാ. കാഫിരീങ്ങളുടെ ഉദാഹരണം അള്ളാഹു പറഞ്ഞത് വിളിയും തെളിയും അല്ലാതെ മറ്റൊന്നും കേൾക്കാത്ത കന്നുകാലികളോട് ആർത്ത് വിളിച്ച് എന്തൊക്കെ കാര്യങ്ങൾ പറയുന്ന ആളുകളായിട്ട് പറഞ്ഞിട്ട് അള്ളാഹു പറയാണ് സുമ്മുൻ ബുക്മുൻ ഉമ്യുൻ ഫഹും ലാ യഅഖിലൂൻ. അതിമനോഹരമായിട്ടുള്ള ഘടന, പദപ്രയോഗങ്ങൾ. അപ്പം ഈ ഒരു ഓർഡറിൽ നമ്മൾ നോക്കുന്ന സമയത്ത് കാഴ്ചയേക്കാളും മുന്നിൽ കേൾവി പറയുന്നതിൽ വലിയ അത്ഭുതം അപ്പം തോന്നുന്നില്ല. അവിടെ ഒന്നും നിൽക്കുന്നില്ല. ശാസ്ത്രം വീണ്ടും, പ്രത്യേകിച്ച് സൈക്കോളജിയുടെ സ്റ്റഡീസൊക്കെ ഇങ്ങനെ പുരോഗമിക്കുന്ന സമയത്ത് കാഴ്ചയെക്കുറിച്ച് നമ്മൾ ഇത്രയും കാലം കൊടുത്തതിലും വലിയൊരു സെൻസായിരുന്നു കാഴ്ച എന്നുള്ളതാണ് പിന്നീട് തെളിഞ്ഞു വന്നത്. ഒരാൾക്ക് കാഴ്ചയും കേൾവിയും സംസാരവും ഒക്കെ ഉള്ള ഒരു വ്യക്തി, അയാൾക്ക് പെട്ടെന്നൊരു ആക്സിഡൻറ്റിൽ ഒരു കാഴ്ച നഷ്ടപ്പെട്ടാൽ അയാൾക്ക് കാഴ്ച മാത്രമേ നഷ്ടപ്പെടുള്ളൂ. അതേ വ്യക്തിക്ക് ഒരു ആക്സിഡൻറ്റിൽ തൻ്റെ കേൾവി നഷ്ടപ്പെട്ടാൽ അയാൾക്ക് കേൾവിയുടെ കൂടെ തൻ്റെ മാനസിക നില കൂടിയാണ് നഷ്ടപ്പെടുക. ശ്രദ്ധിച്ചിട്ടുണ്ടോ? കേൾവി നഷ്ടപ്പെട്ട ആളുകൾ വേഗം ഫ്രസ്ട്രേറ്റഡ് ആവും, അവർക്ക് ദേഷ്യം പിടിക്കും. അത് നമ്മൾ പറയുന്നത് അവർക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ കാഴ്ച നഷ്ടപ്പെട്ടവരെ പോലെയല്ല. കാഴ്ച നഷ്ടപ്പെട്ടവർ പൊതുവെ കൂടുതൽ ശാന്തരായിട്ടാണ് കാണപ്പെടുക. കേൾവി നഷ്ടപ്പെട്ടവർക്ക് അവരുടെ സമനില പെട്ടെന്ന്, അവരെ മെൻ്റൽ സ്റ്റേറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സെൻസാണ് മനുഷ്യൻ്റെ കേൾവി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പം ആ ഒരു ഘടനയ്ക്ക് കുറച്ചുകൂടി നമുക്ക് എന്താ പറയുക, മനസ്സിൽ സംതൃപ്തി ലഭിക്കുന്നുണ്ടോ? അവിടെയും പഠനം നിന്നിട്ടില്ല.
മനുഷ്യൻ്റെ ഈ ഒരു കേൾവി അടഞ്ഞു പോയാൽ മനുഷ്യന് ജീവിക്കാൻ തന്നെ ബുദ്ധിമുട്ടുള്ള ഒരു സ്റ്റേറ്റിലേക്ക് എത്തുന്നു. അതായത് 100% കേൾവി പോയൊരവസ്ഥയിൽ മനുഷ്യന് ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. ചില സ്റ്റഡികൾ പറയുന്നത് അറക്കുള്ളിൽ എത്രയോ 7 അറകളായിട്ട് നിർമ്മിച്ച് ഒരു രൂപത്തിലും ഒരംശം പോലും ശബ്ദം വരാത്ത ഒരു അറയിൽ ഒരാളെ കൊണ്ടിട്ടിട്ടുണ്ടെങ്കിൽ, ഒരു എക്സ്പെരിമെൻ്റ് നടത്തിയെന്നാണ് പറഞ്ഞത്, 24 മണിക്കൂർ അങ്ങനെ ജീവിച്ച് കാണിച്ചാൽ എത്രയോ വലിയ മില്യനുകൾ വാഗ്ദാനം ചെയ്യുന്നുള്ളത്. ഞാൻ ഫാക്ട് ചെക്ക് നടത്തി നോക്കിയപ്പോൾ അത് യഥാർത്ഥത്തിൽ നടന്നിട്ടില്ല, ഒരു തിയറിറ്റിക്കൽ സ്റ്റഡി ആണെന്നും പറയുന്നത്. എന്തായാലും അതിൻ്റെ പഠനം പുരോഗമിക്കുന്നുണ്ട്. പഠനം പറയുന്നത് ഇങ്ങനെയാണ്: കണ്ണ് കാണാത്ത കൂരിട്ടുള്ള സ്ഥലത്ത് ആൾക്കാർക്ക് എന്തെങ്കിലും വലിയ പ്രതിഫലമൊക്കെ കിട്ടുന്ന പറഞ്ഞാൽ നമുക്ക് എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് പിടിച്ചു നിൽക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടില്ല. ഈ ലോകത്തുള്ള മൊത്തം സമ്പാദ്യം തരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഏതാനും കയ്യിലെണ്ണാവുന്ന മണിക്കൂറുകൾക്കൊഴികെ, അതന്നെ പരമാവധി 2 എന്നൊക്കെ പറയുന്നുണ്ട്, അതിൽ കൂടുതൽ ഒരാൾക്ക് കഴിയൂല എന്നാണ് പറഞ്ഞത്. ചെവിയിൽ മറ്റൊരു ശബ്ദവും കേൾക്കാത്തൊരു സ്ഥലത്ത്, അല്ലാന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടുള്ള അഗാധ നിദ്രയിലേക്ക് അയാൾ എങ്ങനെയെങ്കിലും വഴുതി വീഴുക അല്ലാതെ വേറെ ഒരു രക്ഷയില്ലാതെ ജീവിക്കാൻ കഴിയൂല എന്നാണ് പറയുന്നത്. ഇന്ന സമഅ വൽ ബസറ. അപ്പം ആ ഉപയോഗിച്ചിട്ടുള്ള ആ ഘടനയ്ക്ക് കുറച്ചുകൂടി ഭംഗി വരുന്നുണ്ടോ? ഇതിനേക്കാളൊക്കെ കൂടുതൽ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള മറ്റൊന്നുണ്ട്. ഈ പഠനങ്ങളൊക്കെ ഈ അടുത്തിങ്ങനെ പുരോഗമിക്കുന്ന സമയത്ത് നമുക്കൊന്ന് പുറകോട്ട് റിവൈൻഡ് ചെയ്ത് അസ്ഹാബുൽ കഹ്ഫിൻ്റെ ചരിത്രത്തിലോട്ട് ഒന്ന് പോകാലെ. ആ ഗുഹയിലെ ഗുഹവാസികൾ എത്ര വർഷമായിരുന്നു ഗുഹയിൽ അകപ്പെട്ടത്? 300 പിന്നൊരു 9 എന്നാണ് പറയുന്നത്. ഈ ഒരു അസ്വാഭാവികമായിട്ടുള്ള ഒരുറക്കമല്ലായിരുന്നു ആ ഗുഹയ്ക്കുള്ളിൽ മനുഷ്യന്മാർക്ക് ഉണ്ടായിരുന്നത്. നോർമലി ഒരു മനുഷ്യന് എത്ര ഉറക്ക ഗുളിക കുടിച്ചാലും എത്ര വരെ ഉറങ്ങാൻ പറ്റും? ഒരു 2 ദിവസം ഒക്കെ ഉറങ്ങാൻ പറ്റുന്നുണ്ടാവും. 300 വർഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ്റെ ശരീരഘടന വെച്ചുകൊണ്ട് 300 വർഷം ജീവിക്കാൻ പറ്റിയാലല്ലേ 300 വർഷം ഉറങ്ങലേ. അങ്ങനെയുള്ള ആളുകളെ അള്ളാഹു 300 വർഷത്തിലധികം ആ ഗുഹയിൽ ഉറക്കിക്കിടത്തി എന്ന് അള്ളാഹു പറയാണ്. ഒന്ന് 6-ാം നൂറ്റാണ്ടിലുള്ള ഒരു നമ്മളായിട്ട് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക. ഈ 6-ാം നൂറ്റാണ്ടിലുള്ള നമ്മൾ, എല്ലാ പണ്ഡിതന്മാരും, നമ്മളെ കൂട്ടത്തിലുള്ള എല്ലാ പണ്ഡിതന്മാരും കൂടി ഒരുമിച്ച് ചേർന്ന് കുറച്ച് മനുഷ്യരെ ഇങ്ങനെ വർഷങ്ങളോളം ഉറക്കിക്കെടുത്തിയിട്ടുള്ള ഒരു കഥ നമ്മളിങ്ങനെ രചിക്കുക. എന്നിട്ടൊരു ദൈവിക പുസ്തകമായിട്ട് നമ്മൾ ഇറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തീരുമാനിച്ചു. ഇവരെ ഉറക്കിക്കിടത്തുന്നത് നമ്മൾ ഏത് രൂപത്തിലാണ് നമ്മൾ ആ ഉറക്കിക്കിടത്തിയതിനെ കുറിച്ചിട്ട് എഴുതിയിട്ടുണ്ടാവുക? അവരെ കണ്ണ് നമ്മൾ അടപ്പിച്ചുകൊണ്ട് നമ്മൾ ഉറക്കിയെന്നാണ് പൊതുവെ പറയുക. അല്ലെങ്കിൽ അവരെ ഉറക്കിക്കിടത്തി എന്തെങ്കിലും മായാജാലം കാണിച്ചുകൊണ്ട് എൻ്റെ മഹത്തായ ദൃഷ്ടാന്തം മുഖേന ഞാൻ അവരെ ഉറക്കിക്കിടത്തി, അല്ലേ? ഇങ്ങനെ പല രൂപത്തിലേക്കും നമ്മളെ ചിന്ത പോവും. ഈ കണ്ണടയ്ക്കുന്നത് സത്യം പറഞ്ഞാൽ ആൾക്കാരുടെ ഉറക്കവുമായിട്ട് നമ്മൾ പൊതുവെ പുറത്തുനിന്ന് കാണുന്ന ഒരു സാധനം. നല്ല ഉണ്ട കണ്ണ് വെച്ച് ഉറങ്ങുന്ന ആൾക്കാരെ കണ്ടില്ലേ? കാണുമ്പോൾ പേടിയാവും. ഇങ്ങനെയൊക്കെ ഉറങ്ങുന്ന ആൾക്കാരുണ്ട് അല്ലേ? അപ്പോൾ കണ്ണടയ്ക്കുന്നതിന് നമ്മളെ ഈ ലിമിറ്റഡായിട്ട് പെട്ടെന്ന് കാണുന്ന ഒരു ഇത് വെച്ചിട്ടാണ്. ആ ഒരു കാലത്ത് ഒരു അറിവ് വെച്ചിട്ട് സ്വാഭാവികമായിട്ട് ഒന്നെങ്കിലും അങ്ങനെ എഴുതണം, അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ. അള്ളാഹു ഖുർആനിൽ ആ അസ്ഹാബുൽ കഹ്ഫിനെ 300 ചില്ലാൻ വർഷം ഉറക്കിക്കിടത്തിയത് അള്ളാഹു എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്? വദറബ്നാ അലാ ആദാനിഹിം ഫിൽ കഹ്ഫി സിനീന അദദാ. സുബ്ഹാനല്ലാഹ്. അവരുടെ ചെവികൾക്ക് മേൽ ഞാൻ മൂടലിട്ടുകൊണ്ട് അവരെ ഞാൻ അനേകം വർഷം അഗാധമായ നിദ്രയിലാഴ്ത്തി എന്നുള്ളത് ഒരു മനുഷ്യൻ രചിച്ചതാണെങ്കിൽ ഏതെങ്കിലും രൂപത്തിൽ സാധ്യമാവുമായിരുന്നു. അത്ഭുതങ്ങൾക്ക് മേൽ അത്ഭുതങ്ങൾ കാണിച്ചുകൊണ്ടേ തരുന്ന ഗ്രന്ഥം, ചിന്തിക്കുന്നവർക്ക് മാത്രം.
അതെ, സൂറത്തുൽ കഹ്ഫ് തന്നെ പറയണല്ലേ, അതാ പറഞ്ഞ അതൊക്കെ എല്ലാം കൃത്യമായിട്ട് വിവരിച്ചു തന്ന്. നമ്മൾ ഖുർആനിലേക്ക് ഒരു അംശം ചിന്ത കൊടുക്കാൻ തയ്യാറായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് സങ്കല്പിക്കാൻ പറ്റുന്നതിലും വലിയ അത്ഭുതങ്ങളാണ് റബ്ബ് നമ്മളെ മുന്നിലേക്ക് തുറന്ന് കാണിച്ചത്. ഇപ്പം നമ്മളെ മുന്നിലിവിടെ കൂടിയിരിക്കുന്ന, എൻ്റെ മുന്നിൽ കൂടിയിരിക്കുന്ന എല്ലാ ആളുകളെയും ഒരുമിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിൽ ഇവിടെ നിൽക്കാൻ ഏറ്റവും യോഗ്യത കുറഞ്ഞ ആൾ ഞാനാണ്, ഏത് മാനദണ്ഡത്തിൽ എടുത്തു നോക്കുകയാണെങ്കിലും. ഈ എന്നോട് ഞാൻ കഴിഞ്ഞ നമ്മളാ ഒരു സൂറത്തുൽ ബഖറയിലെ 102-ാമത്തെ ആയത്ത് വിശദീകരിച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു ക്ലാസ്സിന് ശേഷം ഞാൻ അങ്ങോട്ട് പുറകിലേക്ക് പോയ സമയത്ത് ആരാണെന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, മൻസൂർ അലി സാഹിബിൻ്റെ കൂടെ ആരോ ഒരാൾ വന്നിട്ട് ചോദിച്ചു, ഷഹലിൻ്റെ പേരിൻ്റെ വാലറ്റത്ത് സ്വലാഹിയാണോ ഫാറൂഖിയാണോ സുല്ലമിയാണോ സലഫിയാണോ ഏത് അറബി കോളേജിലാണ് പോയത് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അറബി കോളേജിൻ്റെ ഒരു പടി വരെ ഞാനിതുവരെ കണ്ടിട്ടില്ല എന്നുള്ളത്. അതായത് മൻസൂർ അലി സാഹിബ് അൽഹംദുലില്ലാ അങ്ങനെ ഒരു ക്വാളിറ്റി ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞാൻ തമാശക്ക് പറഞ്ഞതാണ്. അറബി കോളേജുകളിൽ പോകുന്നതിന് ഒരു രൂപത്തിലും തരം താഴെ അവരുടെ ലോകത്തുള്ള എല്ലാ പഠനങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള ശ്രേഷ്ഠതകളുണ്ട് കേട്ടോ. അറബി കോളേജിലേതിന് പ്രത്യേകിച്ച് അവരുടെ ഭാഷാപരമായിട്ടുള്ള കൈകാര്യങ്ങളും അവർക്ക് ഒരുപാട് ഹദീസുകൾ കൈകാര്യം ചെയ്യുന്നതിലൊക്കെ ഭയങ്കര എന്താ പറയുക, അതിൻ്റേതായിട്ടുള്ള ക്വാളിറ്റികൾ ഉണ്ട്. ഞാൻ പറയുന്ന വിഷയം അതല്ല. ഇതിൻ്റെ പടി പോലും പ്രാസത്തിന് പറയല്ല, ഇന്നേ വരെ ഒരു അറബി കോളേജിൻ്റെ ഗേറ്റ് പോലും ഞാൻ ഇതുവരെ കടന്നിട്ടില്ല. ECCC അറബി കോളേജാണോ? ആ പഞ്ച അവിടെ പൊട്ടിപ്പോയി. ഞാൻ താഴത്തെ വന്നിട്ടുള്ളൂ. അല്ല അതുണ്ട്. അപ്പോൾ ഞാൻ വരുമ്പോൾ മേലേക്ക് എത്തിയാണ്. അപ്പോൾ എന്തായാലും അൽഹംദുലില്ലാ. അപ്പോൾ അങ്ങനെയുള്ള നമ്മൾ പൊതുവെ എടുക്കുന്ന ഏത് മാനദണ്ഡങ്ങൾ എടുത്തു നോക്കുന്നുണ്ടെങ്കിലും ഏറ്റവും യോഗ്യതയില്ലാത്ത ഈ എന്നെ പലപ്പോഴുമായിട്ട് അറബി കോളേജിൽ നിന്ന് ഡിഗ്രിയും മാസ്റ്റേഴ്സും PhDയും കഴിഞ്ഞ് കേരളത്തിലെ പ്രഗത്ഭരായിട്ട് അറിയപ്പെടുന്ന എൻ്റെ ഗുരുതുല്യരായിട്ടുള്ള ഗുരുസ്ഥാനികളായിട്ടുള്ള മഹാപണ്ഡിതന്മാർ വിളിച്ചിട്ട് സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഷഹലിന് എന്താണ് അതിനെക്കുറിച്ച് തോന്നുന്നത് എന്നുള്ളത് ചോദിക്കാറുണ്ട്. ഞാൻ വീണ്ടും പറയുന്നു, ഇതിന് 5 പൈസൻ്റെ യോഗ്യത ഇല്ലാത്ത എന്നോട് ഒരൊറ്റ ഒന്നൊഴികെ അല്പം പറ്റ പുറകിലാണ്, അല്പം വളരെ ചുരുക്കം കയ്യിലെണ്ണാവുന്ന കുറച്ച് ഖുർആനായത്തുകളിലോട്ട് കുറച്ച് ഉള്ളിലോട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇറങ്ങിച്ചെല്ലാൻ ശ്രമിച്ചു എന്നതൊഴികെ മറ്റൊന്നും. അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ സാധിക്കാത്ത, നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത, എനിക്കെങ്ങനെ എന്ന് പലപ്പോഴും വണ്ടറടിച്ച് ചിന്തിച്ചു പോകുന്ന രീതിയിൽ ഒരൊറ്റ ഖുർആനായത്തിലേക്ക് ഒരു 4 മണിക്കൂർ നിങ്ങൾ ആ ഒരു നീയത്തോടു കൂടി ഇറങ്ങി ചെന്നാലുണ്ടല്ലോ പ്രിയമുള്ളവരെ, ചിലപ്പോൾ ഈ ഒരു 4 വർഷം ഒരു സ്ഥാപനത്തിൽ നിന്ന് പഠിച്ച് അത്രയ്ക്കും അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള നേരിട്ടുള്ള അത്ഭുതങ്ങൾക്ക് മേൽ അത്ഭുതം കാണിക്കുന്ന സമാനതകളില്ലാത്ത ആ ഒരു അറിവ്, വല്ലാത്ത ദൃഷ്ടാന്തം തന്നെയാണ് റബ്ബ് കാണിച്ചു തരാൻ. ഹൃദയം കോരിത്തരിക്കും, കണ്ണിൽ നിന്ന് ധാരധാരയായി കണ്ണീരുകൾ വീഴും. നമുക്ക് നമ്മുടെ ഇമോഷനുകൾ ചിലപ്പോൾ പറഞ്ഞറിയിക്കാൻ ഒരു മനുഷ്യനോട് അന്നേരം പറഞ്ഞറിയിക്കാൻ ഒരു രൂപത്തിലും സാധിക്കില്ല, ആർക്കും ഉൾക്കൊള്ളാൻ സാധിക്കില്ല. ആ കലാം ഇറക്കിയിട്ടുള്ള ആ ഒരു സൃഷ്ടാവിനോട് തന്നെ എങ്ങനെ എൻ്റെ റബ്ബേ എന്നറ്റം കിട്ടാത്ത ആ ഒരു ചോദ്യം ചോദിച്ചു പോകുന്ന നിമിഷങ്ങൾ. അത്ഭുതത്തിൻ്റെ ഗ്രന്ഥം ചിന്ത കൊടുക്കുന്നവർക്ക് മാത്രം.
അള്ളാഹു അവൻ്റെ കാരുണ്യത്തെക്കുറിച്ച് പറയുന്നത് അർ റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാനി അല്ലമഹുൽ ബയാൻ. അർ റഹ്മാൻ അല്ലമൽ ഖുർആൻ. അള്ളാഹു കാരുണ്യവാനാണ്. ഖലഖൽ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞാലല്ലേ ആ മനുഷ്യന് മറ്റെന്ത് കാരുണ്യവും പിന്നെ അവിടെ പ്രസക്തി വരുന്നുള്ളൂ. ആ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിലും വലിയ, എന്നെ സൃഷ്ടിച്ചതിലും വലിയ അനുഗ്രഹമായിട്ട് എൻ്റെ റബ്ബ് പറയുകയാണ്, ഞാൻ നിനക്ക് ഖുർആൻ പഠിപ്പിച്ചു തന്നു. അതിൻ്റെ ഒരു അംശം വില കൊടുക്കാൻ സാധിക്കാറുണ്ടോ നമുക്ക് ഖുർആൻ? ഈ ഖുർആൻ അവതരിപ്പിച്ചത് എന്തിനാണ് എന്ന് അല്ലാഹു കൃത്യമായിട്ട് പറയുന്നുണ്ട്. കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദ്ദബ്ബറു ആയാതിഹി വലിയതദക്കറ ഉലുൽ അൽബാബ്. ഈ ഗ്രന്ഥം നിനക്ക് അവതരിപ്പിച്ച് തന്നത് തന്നെ അതിൻ്റെ ആയാത്തുകളിലോട്ട് ഇറങ്ങിച്ചെല്ലാൻ വേണ്ടിയിട്ട്. തദബ്ബുർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിവിശാലമായ ഏരിയയാണ്. ഒരാഴക്കടലിൽ ഇറങ്ങി അതിലെ മുത്തും പവിഴങ്ങളും കളക്ട് ചെയ്യുന്നതിലും അതിമനോഹരമായിട്ടുള്ളൊരു ഡൈവിങ് സാധിക്കാറുണ്ടോ? ലിയദ്ദബ്ബറു ആയ, അതിനു വേണ്ടിയിട്ട് ഞാൻ ഈ ഗ്രന്ഥത്തെ അവതരിപ്പിച്ചു എന്നാണ് അള്ളാഹു പറയുന്നത്. വലിയതദക്കറ ഉലുൽ അൽബാബ്, ബുദ്ധിയുള്ളവർക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഇതേ ഘടനയിൽ തുടങ്ങുന്ന ഒരൊറ്റ ആയത്ത് കൂടിയാണ് ഖുർആനിലുള്ളത്. ഒരു സൂറത്തിൻ്റെ തുടക്കത്തിലാണ്. കിതാബുൻ അൻസൽനാഹു ഇലൈക എന്ന് പറയുന്നത് അല്ല, സൂറത്തുൽ ഇബ്രാഹിമിൻ്റെ സ്റ്റാർട്ടിങ് കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജ അന്നാസ മിനദ്ദുലുമാതി ഇലന്നൂർ. ഈ രണ്ട് സ്ഥലത്താണ് അള്ളാഹു അതേ ഘടനയിൽ ആ ആയത്തുകൾ തുടങ്ങുന്നത്. അപ്പോൾ അള്ളാഹു ഖുർആൻ അവതരിപ്പിച്ചത് മറ്റൊരു സ്ഥലത്ത് അതിൻ്റെ പർപ്പസായിട്ട് പറയുകയാണ്, ജനങ്ങളെ അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു ഗ്രന്ഥമായിട്ട് ആണ് അള്ളാഹു പറയുന്നത്. ചേർത്ത് വെച്ച് നോക്കുക. ഈ ഖുർആൻ കയ്യിൽ കിട്ടിയവരായിട്ട് ഹഖ്ഖ തിലാവതിഹി ഉലൈക യുഅ്മിനൂന ബിഹി, അവർ മാത്രമാണ്. ഖുർആൻ കയ്യിൽ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. ഖുർആൻ എല്ലാവർക്കും മേൽ അവതരിച്ചത് തന്നെയാണ്. പക്ഷേ ഹഖ്ഖ തിലാവത്ത്, ഞാൻ നേരത്തെ പറഞ്ഞ തിലാവത്തുൽ ലഫ്ളും തിലാവത്തുൽ മഅനയും തിലാവത്തുൽ ഹുക്മും തിലാവത്തുൽ തദബ്ബുറും ചേർന്ന ആ ഒരു തിലാവത്തുള്ളവർ മാത്രമാണ് ആ ഖുർആനിൽ വിശ്വസിച്ചവർ എന്നാണ് അല്ലാഹു പറയുന്നത്. മറ്റുവർ ആ ഖുർആനെ തള്ളി താഴെയിട്ടവരാണ്. വമൻ യക്ഫുർ ബിഹി ഫഉലൈക ഹുമുൽ ഖാസിറൂൻ, നഷ്ടക്കാരാണ്. ആ ഖുർആനെ തട്ടി പിറങ്കാലുകൊണ്ട് പുറകോട്ട് തട്ടിയിട്ടവരാണ് ആണ് അല്ലാഹു പറയുന്നത്. നമ്മൾ ഖുർആനിൽ വിശ്വസിച്ചവരാണോ അതോ ഖുർആനെ പുറങ്കാലുകൊണ്ട് തട്ടിയവരാണോ എന്ന് കൃത്യമായിട്ട് വിലയിരുത്തുക തന്നെ വേണം.